Namaskaram, good morning everyone. Welcome to Ada 24/7 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ വെൽക്കം ടു ദി ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ ഓഫ് 2nd December 2021. അപ്പോൾ ഇന്ന് 2-ാം തീയതി ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അവിടെ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബ്സ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ആദ്യം പറയുന്നു. അതിനുശേഷം നമ്മൾ വേർഡ്സിലെ വന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കുന്നു, ഏതൊക്കെയാണെന്നും അതിൻ്റെ മീനിങ്സ് നോക്കുന്നു. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആൻറ്റണിംസ് റിലേറ്റഡ് വേർഡ്സിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ ഹോംവർക്ക് വരുന്നു. അപ്പോൾ എന്നും സ്പോട്ട് ദർ നമ്മൾ ചെയ്തു പോവാണ്. അതുപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷന്, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഗുണമാണിത്. കാരണം ഇത് ആർട്ടിക്കിൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ആൻഡ് വൊക്കാബുലറി എൻറിച്ച്മെൻറ്റ് പറ്റും. ഓക്കെ, സോ വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. യെസ്, സോ താമസിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കോഴ്സുകൾക്കെല്ലാം 12% ഡിസ്കൗണ്ട് ഉണ്ട്. അതിപ്പോൾ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, ഇ ബുക്ക് ആയിക്കോട്ടെ, ഏതൊരു കോഴ്സ് ആണെങ്കിലും, നിങ്ങൾ കോഴ്സ് വീഡിയോ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്, റെക്കോർഡഡ് ക്ലാസ്സുകളുടെ പാക്കേജ് ആണ് എടുക്കുന്നതെങ്കിലും എല്ലാത്തിനും 12% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. Ada 24/7 ആപ്പിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ കയറി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട, Y314, Y314. ഓക്കെ, അപ്പോൾ നമ്മുടെ +2 മെയിൻസിൻ്റെ ബാച്ച് വരുന്നുണ്ട്. ഉടനെ തന്നെ റിസൾട്ട് ഓരോന്നായിട്ട് വന്നു തുടങ്ങി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ KTETൻ്റെ ബാച്ച് തുടങ്ങുകയാണ്. നമ്മൾ +2 മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 15 അവറിൻ്റെ ക്ലാസ്സാണ് അത്. ഇന്നലെ മുതൽ രാത്രി 8:30 സെഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് ബാച്ച് 6-ാം തീയതി ആരംഭിക്കുകയാണ്. 3 സെഷൻസ് ഡെയിലി ഉള്ള ഒരു ബാച്ചാണ്. കൂടാതെ ബിവറേജ് കോർപ്പറേഷൻ്റെ ആൻഡ് മുനിസിപ്പൽ കോമൺസ് LDൻ്റെ ബാച്ച് വരികയാണ്, ഉടനെ തന്നെ വരികയാണ്. കൂടാതെ VFയുടെ 2ാമത്തെ ബാച്ച് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ടാർഗറ്റ് ബാച്ച് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓർക്കുക, കോഡ് മറക്കണ്ട, Y314. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കോട്ട്. നമ്മുടെ പോസിറ്റീവ് കോട്ടിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർ ഗ്രേറ്റസ്റ്റ് ഗ്ലോറി ഈസ് നോട്ട് ഇസ് നെവർ ഫോളിങ് ബട്ട് ഇൻ റൈസിങ് അപ്പ് എവറി ടൈം വി ഫോൾ. അപ്പോൾ നമ്മൾ വീണ് പോവുക അല്ലെങ്കിൽ ഫെയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല മേന്മ. ഫെയിൽ ചെയ്ത് വീണ് പോയ ആൾക്കാർ എന്ത് ചെയ്യണം? തിരിച്ച് എണീറ്റ് വരണം. ആ എണീറ്റ് വരും. എല്ലാ തവണയും വീഴും തോറും എണീറ്റ് വരാൻ പറ്റുന്ന ഒരു അവസരം, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ യു ആർ സക്സീഡിങ്, എങ്കിൽ യു ആർ ഓക്കെ, നിങ്ങൾ ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത്. ഞാനല്ല കേട്ടോ, എമേഴ്സൺ പറഞ്ഞ, റാൽഫ് വാൽഡോ എമേഴ്സൺ, ഒരു ഫിലോസഫറാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. അപ്പോൾ വീണ് പൊക്കോട്ടെ, വീണാലും തിരിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം കേട്ടോ, അതാണ് മേന്മ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആ സെഷൻ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇക്കണോമിയുടെ ഗ്രോത്തിനെ പറ്റി ഓർമ്മയുണ്ട്, അതായത് ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു ആർട്ടിക്കിളിൽ. 2ാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇതിലാണ് വന്നിരിക്കുന്നത്. രാജ്യസഭയിലെ MPസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പോസിഷണൽ പാർട്ടിയിലെ MPസിനെ സസ്പെൻഡ് ചെയ്തേക്കുന്നു. ലൈക്ക് ടാക്ടിക്കൽ മൂവ് ആണ്. അപ്പോൾ വെങ്കയ്യ നായിഡു, അപ്പോൾ നമ്മൾ നോക്കുകയാണ് ജനറൽ ഗവർണർ ചെയ്തേക്കുവാണ്. സോ എന്താണ് അതിനെപ്പറ്റിയുള്ള കാര്യം കൂടെ ഉണ്ട്. ബട്ട് വി ആർ നോട്ട് ഡിസ്കസിങ് ദാറ്റ്, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ എക്കണോമിയെ പറ്റിയുള്ള നോക്കാം. ഓക്കെ, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, +2 മെയിൻസിൻ്റെ ക്ലാസ് നീമ നമ്മൾ തുടങ്ങുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി റിസൾട്ട് വന്നു തുടങ്ങിയില്ല. അപ്പോൾ ഇനി മെയിൻസിൻ്റെ ക്ലാസ് നമുക്ക് ഉടനെ തുടങ്ങണം. സ്പെഷ്യൽ ഇവൻറ്റ്സ് തുടങ്ങി കേട്ടോ, സ്പെഷ്യൽ ക്ലാസ്സുകൾ തുടങ്ങി, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ. ഓക്കെ സജിനി, ഐ എം സോറി, ടൈം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടൈം അവർക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഡെയിലി കറണ്ട് അഫയർ സെഷൻ എന്നും വൈകിട്ട് 8 മുതലാണ് കേട്ടോ, 8 o'clock മുതലാണ്, മറക്കണ്ട. ഡെയിലി കറണ്ട് അഫയർ സെഷൻ വൈകിട്ട് 8 മണിക്കും രാവിലെ 9 മണിക്കാണ് നമ്മുടെ എഡിറ്റോറിയൽ സെഷനും, ഡെയിലി 9 to 10. ഓക്കെ, സെറ്റാണോ? മാസ്മാൻ, ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇനി അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ തരുന്നുണ്ട് കേട്ടോ. ഇന്നലെ മുതൽ ഞാൻ 1st December മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫോമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ PDF ആണ് തരുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റിംഗ് ഒന്നും എക്സ്ട്രാ ഉണ്ടാവില്ല. അപ്പോൾ റൈറ്റിംഗ് നിങ്ങളൊന്ന് ഷോർട്ട് നോട്ട് എഴുതി വെച്ചോണം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അങ്ങനെ പഠിക്കുക. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവരൊന്ന് ജോയിൻ ചെയ്തോളൂ, യു വിൽ ഗെറ്റ് ദ PDF. ഓക്കെ, സോ
പേഴ്സ് സ്ട്രിങ്സ് 1 വേർഡ് ആണ് ഇത് ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സ് സ്ട്രിങ്സ് കൊണ്ട് ഒരു 1 വേർഡാണ്. ഈ 1 വേർഡിന്റെ അർത്ഥം എന്താ വെച്ചാൽ പേഴ്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പവർ സംബഡി, ഇനി ആരെങ്കിലും സംബഡി ഹോൾഡ്സ് ദ പേഴ്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? He is the person who holds a right or power to manage the disposition of money. പൈസ കൈകാര്യം ചെയ്യുക. ഒരു കുടുംബത്തിലായിക്കോട്ടെ, നേഷനിലായിക്കോട്ടെ, ഒരു സൊസൈറ്റിയിലായിക്കോട്ടെ, പൈസ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ കൈ കൂടെ പൈസ കൊടുക്കുന്നതൊക്കെ പറയില്ലേ. അങ്ങനെ പൈസ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ പവർ ഉള്ള ആൾ, ആ റൈറ്റ് ഉള്ള ആളുടെ കൈ, ആ ഒരു ഇതിനെയാണ് പേഴ്സ് സ്ട്രിങ്സ് പറയുക. ആരുടെ കയ്യിലാണ് പേഴ്സ് സ്ട്രിങ്സ്? ദാറ്റ് ഈസ് ദ പേഴ്സൺ കൈകാര്യം ചെയ്യുന്ന, പൈസ കൈകാര്യം ചെയ്യുന്ന ആൾ. സോ ഹീ ഹോൾഡ്സ് ദ പേഴ്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പൈസ എല്ലാം കൈകാര്യം ചെയ്യുന്നത്, കമ്പനിയിലെ പൈസ കൈകാര്യം ചെയ്യുന്ന ഇയാളാണ് എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്, കേട്ടോ. അപ്പോൾ പൈസ കൈകാര്യം ചെയ്യുന്ന ആ റൈറ്റ് ഉള്ളതിനെയാണ് നമ്മൾ പേഴ്സ് സ്ട്രിങ്സ് പറയുന്നത്. ഇനി ഇഫ് സംബഡി ഹോൾഡ്സ് എ പേഴ്സ് സ്ട്രിങ്സ് ദെൻ യു ക്യാൻ സേ ഹി ഹാസ് ദ റൈറ്റ് ടു മാനേജ് ദി ഡിസ്പോസിഷൻ ഓഫ് മണി. ഓർത്ത് വെക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള, കേട്ടോ. അതാണ് പേഴ്സ് സ്ട്രിങ്സ്. എവിടെയെങ്കിലും കണ്ട ഓർത്ത് വെച്ചോണം. ഇന്ന് വന്നേക്കുന്ന ഒരു 1 വേർഡ് ആണ്. അപ്പോൾ അറിയില്ലാത്തവരെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക പേഴ്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇസ് എൻ ഇഡിയം. ഇറ്റ്സ് എൻ ഇഡിയം ഓൺ ദ റോഡ് ടു റിക്കവറി. നിങ്ങൾക്ക് ഏകദേശം മീനിങ്, കോണ്ടെക്സ്വൽ മീനിങ്ങിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഇഡിയമാണ്. റോഡ് ടു റിക്കവറി അല്ലെ പാത്ത് ടു റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ നോക്കിയാൽ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി അഗൈൻ, വീണ്ടും ഒന്ന് സെറ്റായി വരികയാണ്, നമ്മളൊന്ന് ഓൺ ട്രാക്ക് ആവുകയാണ്. ദാറ്റ് ഈസ് ഓൺ ദ റോഡ് ടു റിക്കവറി എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി അഗൈൻ. ഒരു തവണ ഹെൽത്തി ആയിരുന്നു, മൊത്തം വീണുപോയി, ക്ഷയിച്ചു പോയി, വീണ്ടും നമ്മൾ എന്താ റിവൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻ ദ പ്രോസസ് ഓഫ് റിവൈവൽ, ഇഫ് യു ആർ ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി അഗൈൻ, യു ക്യാൻ സേ യു ആർ ഓൺ ദ റോഡ് ടു റിക്കവറി. കേട്ടോ, ഐ എം ഓൺ ദ റോഡ് ടു റിക്കവറി ആഫ്റ്റർ മൈ ആക്സിഡന്റ്. ഐ എം ഓൺ ദ റോഡ് ടു റിക്കവറി ആഫ്റ്റർ മൈ ആക്സിഡന്റ്. ആക്സിഡന്റ് ഒക്കെ ശേഷം ഞാൻ വീണ്ടും ഒന്ന് പച്ച പിടിച്ച് വരുവാണ്, അല്ലെ? പച്ച പിടിച്ച് വരിക, ദാറ്റ് ഈസ് ഓൺ ദ റോഡ് ടു റിക്കവറി. ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഹരിക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയിട്ടോ കറണ്ട് അഫയർ സെഷൻ തുടങ്ങി. ഡിസംബർ 1 മുതൽ കറണ്ട് അഫയർ സെഷൻ പഠിച്ചു പോവുക. ഇനി നമുക്ക് അപ് ടു ഡേറ്റ് ഒരു മാസം നമുക്ക് ഹൈക്കോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെ ഏത് സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഏതൊരു മേഖലയിൽ നമുക്ക് നോക്കാം. HCA ക്ലാസ്സിന് പറ്റും നൗഷാദ്. നമ്മുടെ HCA ബാച്ച് തുടങ്ങുന്നത് ഈ വരുന്ന 6-ാം തീയതിയാണ് പ്രാക്ടീസ് ബാച്ച് തുടങ്ങുന്നത്. പക്ഷെ ഇതൊരു ക്രാഷ് ബാച്ച് ആണ് കേട്ടോ. ഇതൊരു ക്രാഷ് ബാച്ച് ആണ്. നൗഷദിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ലിങ്ക് ഷെയർ ചെയ്യാം. Men in every family think they hold the purse strings. Very good, Vishnu. Very good. Okay. I always try not to be the purse strings. Okay, not to be the right. All right. Okay. Naushad. Yeah, crash undadu. Thank you, Amal. Thank you so much. I'm on the road to recovery after my chemo. Okay. Yes. My mother is on the road to recovery after the hospitalization. Okay. Rijin sir ആണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് കേട്ടോ. Rijin sir ആണ്. കറണ്ട് അഫയേഴ്സ് സെഷൻ എത്ര മണിക്കാണെന്ന്? 8 മണിക്ക് കേട്ടോ. വൈകിട്ട് 8 മണിക്കാണ് കറണ്ട് അഫയേഴ്സ്. 8 to 8:30 ആണ് പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറാം, ലൈക്ക് നമ്മുടെ ക്ലാസ് പോകുന്ന പോലെ കേട്ടോ. SEO ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ എന്ന് വെച്ചാൽ എഴുതാൻ പറ്റുന്നില്ലെന്നോ സച്ചിൻ? അങ്ങനെ പറയരുത്. നമുക്ക് എന്താണ് അങ്ങനെ എഴുതുക, മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഈ സെഷനൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എഴുതാൻ വേണ്ടിയിട്ടല്ല. ഒരു ടോപ്പിക് എടുക്കുക, അതങ്ങ് എഴുതി തുടങ്ങുക, ഇൻട്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നോക്കുക, അതങ്ങ് എഴുതി തുടങ്ങുക. അപ്പം അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവും. ചെയ്താൽ തുടങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വീണ് പോകുമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്, ചെയ്തു നോക്കുക. വീടുവാണെങ്കിൽ വീഴട്ടെ, നമുക്ക് എണീറ്റാന്നേ. ദാറ്റ്സ് ഇറ്റ്. ഹാർട്രിക് ഈസ് ഓൺ ദ വേ ടു റിക്കവറി, റോഡ് ടു റിക്കവറി ആഫ്റ്റർ ഹിസ് ഇഞ്ചുറി ഇൻ ദ IPL. യെസ്, വി ആർ ഓൺ ദ റോഡ് ടു റിക്കവറി ആഫ്റ്റർ കോവിഡ് സിറ്റുവേഷൻ. ഗ്രേറ്റ് സിഫാന. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഇഡിയം. നെക്സ്റ്റ് വൺ, ട്രെഡ് വാട്ടർ. ട്രെഡിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോട്ട് മേക്ക് പ്രോഗ്രസ് ബിക്കോസ് ഓഫ് വെയിറ്റിംഗ്. അത് ശരിക്കും ലിറ്ററലി വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന അവസ്ഥ, ഫ്ലോട്ട് ചെയ്യുകയല്ല എന്നാൽ അങ്ങനെ നിൽക്കുന്ന അവസ്ഥ, നമ്മൾ നീന്തുന്നുമില്ല, നിൽക്കും അവിടെ. അതിനെയാണ് ട്രെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ. യു ആർ ട്രെഡിങ് ഇൻ വാട്ടർ, യു ആർ ട്രെഡിങ് വാട്ടർ ഓർ യു ട്രെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും വരുത്തുന്നില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും വരുത്തുന്നില്ല. ഇപ്പോൾ ഐ എം ട്രെഡിങ് ഇൻ വാട്ടർ നൗഡേയ്സ് ആഫ്റ്റർ കോവിഡ് സിറ്റുവേഷൻ. ഐ എം ട്രെഡിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പ്രോഗ്രസ് ഒന്നും വരുത്തില്ല, ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. ദാറ്റ് ഈസ് ട്രെഡ് വാട്ടർ. ട്രെഡ് വാട്ടർ എന്ന് അർത്ഥം കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ട്രെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുവാണ്? ആ തട്ടിയും മുട്ടിയും പോകുന്നു എന്നൊരു അവസ്ഥയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ ട്രെഡിങ് വാട്ടർ എന്ന് പറഞ്ഞു നോക്കുക. ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ, ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് another one is ramp up. റാമ്പ് അപ്പ് ചെയ്യുക, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണ് റാമ്പ് അപ്പ് ചെയ്യുക. റാമ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ലെവൽ ഓഫ് സംതിങ് ഷാർപ്ലി. ഷാർപ്പായിട്ട് ഒരു കാര്യത്തിന്റെ ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ പറയാൻ പറ്റും
ഈ പറയുന്ന റാമ്പ് അപ്പ് എന്നാണ്. എന്നിട്ട് ഒരു കാര്യത്തിന് ഇൻക്രീസ് ലെവലോ എക്സ്റ്റെൻഡോ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് നമുക്ക് പറയാം ഈ പറയുന്ന റാമ്പ് അപ്പ് എന്ന്. മറന്നു പോയത് കേട്ടോ റാമ്പ് അപ്പ് എന്ന വാക്ക്. ഓക്കെ, റാമ്പ് അപ്പ് ദി എക്കോണമി, റാമ്പ് അപ്പ് ദി സാലറി ഓർ സംതിങ്, എന്തും നിങ്ങൾക്ക് റാമ്പ് അപ്പ് ചെയ്യാന്ന് പറയാം. ഓക്കെ, ഞാൻ നൗഷാദിന് ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ ഇത് തരാം കേട്ടോ. അപ്പം നൗഷാദിനൊരു ഇതായിക്കോളും, എന്നിട്ട് നമുക്ക് ബാക്കിയിലോട്ട് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ പോവും. ഓക്കെ, നൗഷാദ് ഇതാണ് കേട്ടോ നമ്മുടെ ലിങ്ക്, നമ്മുടെ വരുന്ന ബാച്ചിൻ്റെ ലിങ്കാണ്. നൗഷാദ് ഇത് തരിക, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ ഇത് കിട്ടും കേട്ടോ, ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ദെൻ ഇന്നലത്തെ സെഷൻ കിട്ടും തോംസി, ഉണ്ടല്ലോ, പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇന്നലത്തെ സെഷൻ കിട്ടും. ഇനി മുതൽ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടും, കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് എന്നും ഡെയിലി ചെക്ക് ചെയ്യാം, ഓരോ ദിവസം മിസ്സായ റെക്കോർഡ് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഡെയിലി പഠിച്ച് പോകണം, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അതുകൊണ്ടാണ്. ഐ എം ഓൺ ദ വേ ടു റിക്കവറി ആഫ്റ്റർ കോവിഡ്, ഓൾ റൈറ്റ്. പിന്നെ നോക്കട്ടെ, ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഹോൾസി പോർട്ട് സ്ട്രിങ്സ് റിഗാർഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. യെസ്. Okay, world economy, thank you Amal. Okay, world economy is on the road to recovery after prolonged COVID driven stagnation. Yes, my father on the way, Superman അങ്ങനെയല്ല പറയണ്ടേ, എന്ത് പറയണം, my father is on the way to recovery after the major accident. അവിടെ മെയിൻ വേർബ് എവിടെ, ഈസ് ഇല്ല, ഒരു മെയിൻ വേർബ് കൊടുക്കണം കേട്ടോ. ഓക്കെ, ത്രെഡ് വാട്ടർ സ്റ്റേബിൾ ആയി നിൽക്കുക എന്നാണോ, സ്റ്റേബിൾ അല്ല, സ്റ്റെബിലിറ്റി ഇല്ല അവിടെ, പ്രോഗ്രസ് ഒന്നുമില്ല കേട്ടോ, സ്റ്റെബിലിറ്റി ഇല്ല, അപ്പോഴും നമ്മൾ സ്റ്റേബിൾ അല്ല, കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, ആ ഒരു അവസ്ഥയാണെങ്കിൽ മാത്രം യു ക്യാൻ യൂസ് ത്രെഡ് വാട്ടർ കേട്ടോ. സിവാന ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. യെസ്, ഓൾ റൈറ്റ്. ദ എമിനന്റ് ആക്ട്രസ് അഷിക ആനന്ദ് is on the way to recovery after the mishap she had met with. All right, I'm treading water in my descriptive writing. All right, the delay in declaration of HC exam date is causing a few aspirants to tread water. Yes it is. Okay, the GST ramp up after the COVID crisis. Yes, is അതെ HCA ബാച്ചിന്റെ ലിങ്ക് ആണ് കേട്ടോ, HCA ബാച്ചിന്റെ ലിങ്ക് ആണ്, ജോയിൻ ചെയ്യാം കേട്ടോ സജിനി. അതെ, the rate of tomato has ramped up. Yes it is. The financial stability of India treads water. Yes, is treading water, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. യു ക്യാൻ സേ treading water also correct ആണ്, treads water correct ആണ്. സൗമ്യ, very good. I was ramping up my knowledge for the last 2 years. Yes, I regularly read newspaper to ramp up my current affairs. Great. Many aspirants were in tread water. Where in tread water പറയില്ല, tread water is a verb, മനസ്സിലായോ, verb, phrasal verb ആണ് കേട്ടോ സിജി. അപ്പോൾ എന്ത് കൊടുക്കണം, many aspirants were treading water when several exams got postponed due to COVID. കൊടുക്കുക കേട്ടോ. The states have been advised to ramp up the pace and coverage of vaccination by Health Ministry. Great, Naufal. Okay, I'm trying to ramp up my descriptive writing skill. Okay, all right. Demonetization and the GST reforms ramp up the banking crisis in India. Yeah, my business under treading water. My business is treading water a few months back. അങ്ങനെ കൊടുക്കുക. My business was, അതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെ കൊടുക്കുക. My business was treading water few months back, but now it is ramping up. അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കണ്ട കേട്ടോ. Then reading books ramped up my knowledge. Okay, I ramp up my English speaking skills by practice. Great. Let's ramp up our studies. Right, actually I am treading in water. എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതിൽ സൂപ്പർമാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ഐ എം ഇൻ ട്രെഡ് ഇൻ വാട്ടർ എന്ന് നമ്മൾ പറയില്ല, അത് ഞാൻ പറഞ്ഞത് ഫ്രൈസൽ വേർബായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. അടുത്താണ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ സംതിങ്. നമുക്കറിയാം സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ മൂവീസ് കാണുമ്പോൾ, കോമഡീസ് ഒക്കെ കാണുമ്പോൾ, സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ആ സ്പോട്ട് ലൈറ്റ് ആ പറയുന്ന ആളുടെ മുഖത്തോട്ട് ഇങ്ങനെ തെളിയും. എസ്പെഷ്യലി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസും യു ക്യാൻ സി, റിയാലിറ്റി ഷോസിലാണെങ്കിലും സ്റ്റാൻഡപ്പ് കോമഡീസിലായിരിക്കും, എല്ലാത്തിലും യു ക്യാൻ സി ദ സ്പോട്ട് ലൈറ്റ് ഓൺ സംബഡി. സോ ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ സംതിങ് അല്ലെങ്കിൽ സം വൺ എന്ന് പറഞ്ഞാൽ അട്രാക്ട് അറ്റൻഷൻ ടു സം വൺ ഓർ സംതിങ് എന്നാണ്. അതിലേക്ക് നമ്മൾ അട്രാക്ഷൻ, ശ്രദ്ധ ആകർഷിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന്. ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അട്രാക്ട് സംതിങ് ഓൺ. ഓക്കെ, ഓൾ റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ദ പ്രൊട്ടസ്റ്റേഴ്സ് turn the spotlight on the upcoming ongoing crisis. Attract the attention to the crisis എന്ന് പറയാം അല്ലേ. They conducted a protest, they conducted a revolt to turn the spotlight on the issue. അങ്ങനെയൊക്കെ പറയാം. സോ അട്രാക്ട് അറ്റൻഷന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, പ്രൊട്ടസ്റ്റ് കണ്ടക്ട് ചെയ്യുക. സോ യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്. ഓൾ റൈറ്റ്, നെക്സ്റ്റ് വൺ. Okay, I'm ramping up my knowledge to successfully tackle PSC exams. Great. The issue of pending salary dispatch
dispatch is treading water. The issue of pending salary dispatch is treading water. Okay. My hard work causes increase in salary. All right. Okay. At a Massman, ram upsil preposition alla nammal s kodukkendathu singular ആക്കേണ്ടതൊക്കെ verb ആ singular ആക്കേണ്ടത്. അപ്പോൾ എവിടെ കൊടുക്കണം? അടാ ramps up my confidence. ramps up. കേട്ടല്ലോ, ഇവിടെ റാംപ് എന്ന് പറയുന്നതാണ് വേർബ്. അപ്പൊ നിങ്ങൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ സിംഗുലറോ വേർബോ ആക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റുന്ന വേർബിനായിരിക്കണം, പ്രിപ്പോസിഷനോ അഡ്വേർബിനോ ആയിരിക്കരുത് കേട്ടോ. അപ്പോൾ മാറ്റം ഫ്രേസൽ വേർബിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഫ്രേസൽ വെർബിൽ നമ്മൾ മാറ്റം വരുത്തുവാണെങ്കിൽ അക്കോർഡിംഗ് ടു സെന്റൻസ് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുവാണെങ്കിൽ വേർബിന് മാത്രമേ മാറ്റം വരുത്തുള്ളൂ. ഡോണ്ട് ആഡ് എനിത്തിങ് ടു ദി നമ്മുടെ അഡ്വേർബ് ഓർ ദി പ്രിപ്പോസിഷൻ. ഫ്രേസൽ വേർബിന് നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ കൂടെ ഒരു അഡ്വേർബോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ കൂടെ വരുന്നത്, അതിനാണ് ഫ്രേസൽ വേർബ് എന്ന് പറയാം. സോ വേർബിനെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദാറ്റ്. ഓക്കെ മാസ്മൻ, our nation is treading water in the case of unemployment. ക്രിസ്റ്റി, അവിടെ വേർബ് എവിടെ? ഈസ് ട്രെഡിങ് വാട്ടർ. വേർബ് ഓക്സിലറി വേർബ് എവിടെ? ഇല്ലെങ്കിൽ ing ഫോം കൂടെ വരില്ല, ഈസോ ഓസോ എന്താ വെച്ചാൽ കൊടുക്കാം. ഓക്കെ, ആക്ച്വലി ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം. ഇനി എന്താണ് ഈച്ച് ബഡ്ജറ്റ് സെഷൻ, ഇൻ ഈച്ച് ബഡ്ജറ്റ് സെഷൻ അതാണ് ഉദ്ദേശിച്ചത്. ദ ഫിനാൻഷ്യൽ മിനിസ്റ്റർ വിൽ purse strings for each sector. Okay, great. Government implemented many projects to ramp up education sector. Yes. Eyes on every children, always turn the spotlight on toys. Okay. Government should turn the spotlight on screening foreign passengers in the airport. All right, great. Babies always turn the spotlight on colorful toys. Okay, even though there were many celebrities in the IBPS award night, it was Sunny Leone and Hrithik Roshan who had stolen the spotlight. All right, yes. Yeah. It's Leone, Sunny Leone. Yeah. Government has to turn the spotlight on attendance of students rather than enrollment to ensure inclusive education. Okay, fine. Every woman turn the spotlight on something. Turn spotlight on something എന്ന് പറയുന്നതിന് പകരം ഓൺ ജ്വല്ലറി എന്ന് കൊടുക്കുക. ജ്വല്ലറി അല്ലേ അവിടെ വന്നേക്കുന്ന സാധനം, നമ്മൾ എന്തിലേക്ക് അട്രാക്ട് ചെയ്യും? ജ്വല്ലറിയിലേക്ക് അട്രാക്ട് ചെയ്യും. എങ്കിൽ അവിടെ കൊടുക്കുക സംതിങ് എന്നുള്ള വാക്ക് വേണ്ട കേട്ടോ പ്രസീത. എന്ത് കൊടുക്കണം? എവറി വിമൻ ടേൺ ദ സ്പോട്ട്ലൈറ്റ് ഓൺ ജ്വല്ലറി, attract attention to jewelry എന്നാണ്. Okay, so that's it. The dubious delay in acquiring land and solving disputes is treading water on construction of Greenfield Airport at Shabarimala. Okay, all right. Secretary Assistant അശ്വിൻ, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എല്ലാം കൂടി ഒന്ന് വന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഏറെക്കുറെ പറയുന്നുണ്ട് 45ന്റെ അടുത്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കട്ട് ഓഫ് ഈ തവണ എക്സാമിന് വരുമ്പോൾ മിക്കവാറും 35-45ന്റെ ഉള്ളിൽ റേഞ്ച് വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 45 കറക്റ്റ് വരുമെന്ന്, കാരണം ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ചിന്തിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയതുകൊണ്ട് ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു അവസാനം പറയില്ല കേട്ടോ. ഡ്യൂറിംഗ് ഗ്ലാസ്ഗോ സമ്മിറ്റ് വേൾഡ് മീഡിയ ടേൺ ദ സ്പോട്ട്ലൈറ്റ് ഓൺ developing countries like India. Yes, Kerala tourism came up with many projects to turn the spotlight on something. Yes. അത് തന്നെ അറിയാം ഹരി. യെസ്, ഐ കറക്റ്റഡ്. ഇറ്റ്സ് ലിയോണി, നോട്ട് ലിയോൺ. യെസ്, ലിയോണി. അടുത്താണ് പിൻ ഡൗൺ. നമ്മളൊരു കാര്യം പിൻ ഡൗൺ ചെയ്യുക. പിൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കുത്തി വെക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ കുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ കൺഫൈൻ എന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട് ഫോഴ്സ് സം. പിൻ ഡൗൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സമ്മൺ ടു മേക്ക് എ ഡിസിഷൻ. ഒരാളെ നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ഡിസിഷൻ മേക്ക് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനിൽ കാണാം, ഓപ്പോസിഷൻ പാർട്ടീസിലെ MPസിനെ സസ്പെൻഡ് ചെയ്തു. വിന്ററിൽ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കുന്നു. അപ്പോൾ ദാറ്റ് വാസ് പിൻ ഡൗൺ ഓൺ ദം. ദാറ്റ് മീൻസ് ഫോഴ്സ് ദം ടു മേക്ക് ദ ഡിസിഷൻ. അങ്ങനെയാണ്. സോ ആ ഒരു പിൻ ഡൗൺ. അല്ലാതെ വേറെ അർത്ഥമുണ്ട് കൺഫൈൻ ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക ഒരു ആളെ എന്നൊരർത്ഥം ഇതിനുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോണേ. പിൻ ഡൗൺ എന്ന് പറഞ്ഞാൽ കൺഫൈൻ ചെയ്യുക, ബിക്കോസ് നമ്മൾ ഒട്ടിച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. സോ ദാറ്റ്സ് പിൻ ഡൗൺ. അല്ലെങ്കിൽ ഫോഴ്സ് സമ്മൺ ടു മേക്ക് എ ഡിസിഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്തും ദിസ് വാസ് പിൻ ഡൗൺ ബൈ ദിസ്, ഇവരെ കാരണമാണ് പിൻ ഡൗൺ ചെയ്തത് എന്ന് പറയാം. യു ക്യാൻ സേ ദാറ്റ് കേട്ടോ. പിൻ ഡൗൺ, മേക്ക് ഫോഴ്സ് ടു മേക്ക് സം ഡിസിഷൻ. ഓക്കെ, ദ ട്രെയിലർ വിൽ ബി മെയ്ഡ് സോ അട്രാക്റ്റീവ് ദാറ്റ് ടു ടേൺ എന്നല്ല, ഇങ്ങനെ പറയാം. The trailer will be made so attractive that it turned the spotlight on people. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ടേൺ ദ സ്പോട്ട്ലൈറ്റ് ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാന്നല്ലേ. അപ്പൊ ട്രെയിലറിലേക്കല്ല ശ്രദ്ധ തിരിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കൊടുക്കണം? ദ ട്രെയിലർ വാസ് മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ടേൺ ദ സ്പോട്ട്ലൈറ്റ് ഓൺ ദ മൂവി എന്ന് വല്ലതും കൊടുക്കുക. അല്ലാതെ പീപ്പിൾ ആണ് ശ്രദ്ധിക്കുന്നത് എപ്പോഴും പീപ്പിൾ ആണ്. ബട്ട് സ്പോട്ട്ലൈറ്റ് എന്തിലേക്കാണ് നോക്കേണ്ടത്? മൂവിയിലേക്കല്ലേ. സോ അങ്ങനെ കൊടുക്കണം.
നേരത്തെ പറഞ്ഞ പോലെ ടോയ്സിലോട്ടാണ് സ്പോട്ട് ലൈറ്റ് കൊടുക്കേണ്ടത്, ജ്വല്ലറിയിലോട്ടാണ് സ്പോട്ട് ലൈറ്റ് കൊടുക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, പിന്നെ എഡിറ്റോറിയൽ സെഷൻ ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓഫ് PSC ആസ്പിറൻസ്. ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓഫ് PSC ആസ്പിറന്റ് എന്ന് പറയില്ല, ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ അല്ലെ, എന്ത് പറയാ, എഡിറ്റോറിയൽ സെഷൻസ് ഹാസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ വൊക്കാബുലറി സെഷൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അല്ലെ അട്രാക്ട് ദ അറ്റൻഷൻ ടു സംതിങ്, എന്തിലേക്കോ അട്രാക്ഷൻ കൊടുക്കുക എന്നാണ്. ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞ രീതി മനസ്സിലാവും. നോക്കിയേ, ഇതിന്റെ മീനിങ് നോക്കിക്കേ. യു ആർ അട്രാക്ടിങ് ദ അറ്റൻഷൻ ടു സംതിങ്, ആരുടെ അട്രാക്ഷൻ അല്ല, എന്തിലേക്കോ അട്രാക്ഷൻ അല്ലെങ്കിൽ ആരിലേക്കോ അട്രാക്ഷൻ. അപ്പോൾ യു ക്യാൻ സേ എഡിറ്റോറിയൽ സെഷൻ ഹാസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ എന്താ പറയാ അഡ 24/7 അല്ലെങ്കിൽ ഹാസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ റിന്റു മാം, എനിത്തിങ് ലൈക്ക് ദാറ്റ്. എന്നിലേക്ക് ശ്രദ്ധ കിട്ടിയെന്നോ അല്ലെങ്കിൽ അടയിലേക്ക് ശ്രദ്ധ കിട്ടിയെന്നോ എന്ന് വല്ലതും കൊടുക്കുക. കാരണം ആസ്പിറൻസ് ആണ് ശ്രദ്ധിക്കുന്നത്, പക്ഷെ ശ്രദ്ധ കിട്ടുന്നത് എന്തിലോട്ടാ, എഡിറ്റോറിയൽ സെഷൻസിലോട്ടായിരിക്കാം. സംതിങ് ലൈക്ക് ദാറ്റ്. യു അണ്ടർസ്റ്റാൻഡ് ഐ ഗെസ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത്. അടുത്തത്, ഇന്ത്യ ഷുഡ് ബ്രിങ് എം റിലാക്സേഷൻ ഓൺ ദ റൂൾസ് ടു ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ MNCs. യെസ്, ഫൈൻ, ഗ്രേറ്റ്. ഷേക്സ്പിയറിയൻ പ്ലേസ്ഡ് ടേൺസ് അല്ല വിഷ്ണു ഷേക്സ്പിയറിയൻ പ്ലേസ് പ്ലൂറൽ ആണ്. അപ്പൊ സിംഗുലർ വെർബ് കൊടുക്കോ, ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ ദ കണ്ടംപററി സൊസൈറ്റി ടു. യെസ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കോൺകോഡ് ശ്രദ്ധിക്കുന്ന വിഷ്ണു, മൈ ഐസ് ഓൾവേസ് ടേൺ ദ സ്പോട്ട് ലൈറ്റ് ഓൺ സ്റ്റണ്ണിങ് ഡ്രസ്സസ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അച്ഛൻ അങ്ങനെ വന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാകൂ, പ്രത്യേകിച്ച് സെക്കൻഡ് ഫേസ് എഴുതി. ഓക്കെ ഹരി, യെസ് യെസ്, യാ. ദ സെക്യൂരിറ്റി ഗാർഡ്സ് പിൻ ഡൗൺ ദ ഇൻട്രൂഡർ അറ്റ് ദ ലോബി. യെസ്. Okay, big fishes pin down the rulers in our country. Yeah, all right. My parents pin down me. അങ്ങനെ കൊടുക്കരുത്, ക്രിസ്ത്യൻ കൊടുക്കണം. My parents pinned me down to select science in +2. അങ്ങനെ കൊടുക്കാം. My parents pinned me down. അവിടെ പേരൻസ് എന്നെ പിൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സേ parents pinned me. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക, എന്നിട്ട് അഡ്വേർബ് പ്രൊപ്പോസിഷൻ കൊടുക്കുക കേട്ടോ. കൊടുക്കണേ. Then teachers pin down the principal to take an action against a mischievous student. All right. Kerala government should pin down union about Mullaperiyar issue. All right. Farmers pin down the government to call back the bill. All right. Once the import and manufacturing of COVID vaccines are ramped up, it will easily be able to book through the portal. All right. Yes. Farm laws were pinned down with strong determination of farmers. Yeah, stand-up comedian Mr. Faruqi is pinned down by politicians. Pin down കൊടുക്കുക കേട്ടോ, പിൻ ഡൗൺ. അവിടെ പിൻഡ് അല്ല, പിൻ ഡൗൺ വേണം കേട്ടോ. കറക്റ്റ് ആണ് സെന്റൻസ്, പക്ഷെ പിൻ ഡൗൺ വേണം കേട്ടോ സൗമ്യ. കറക്റ്റ് ആണ്, പക്ഷെ സൗമ്യ കറക്റ്റ് ആണ്, ഇത് ചെയ്താൽ മതി. The farmers strike made the BJP government to pin down to call off agriculture bills. Yes, the protest of the farmers made government to pin down the laws. Yeah, okay. അതെ, റിൻറ്റു എന്നാണ് എൻ്റെ പേര്. ഞാൻ രാവിലെ എപ്പോഴും പറയുന്നതാണ്, അമൽ ഇപ്പോഴാണ് അറിയുന്നത് എൻ്റെ പേര് റിൻറ്റു എന്നാണ്. എൻ്റെ പേര് റിൻറ്റു എന്നാണ് കേട്ടോ. ആഫ്റ്റർ വാച്ചിങ് യുവർ വീഡിയോസ് ഐ എം ടേണിംഗ് ദ സ്പോട്ട് ലൈറ്റ് ഓൺ മൈ ഇംഗ്ലീഷ് സ്റ്റഡി. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. Pressure from the slide of higher authority pin down collector. Okay, I have a friend who tries to turn the spotlight on girls through faking problem and solving it. Okay, who is pinning down the government against Mullaperiyar case. Very good. All right, the state poverty pinned down the women members to work in agricultural field. Yeah, dancing kid turned spotlight on the program. Okay, yeah, okay Soumya. So marakanda, purse strings idana one word aanu. Aduthathu on the road to recovery, idiom. Tread water, idiom. Ramp up, phrasal verb. Turn the spotlight on something, idiom. Pin down, phrasal verb. അപ്പോൾ ഓർത്ത് വെക്കുക, മറന്നു പോരുത് കേട്ടോ. എക്സാമിന് വരുന്നതാണ്, നമ്മൾ കയ്യിൽ വേണം അത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു സിനോണിംസ്, ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ് ഫോർ ടുഡേ. നോക്കാം. കൺട്രാക്ഷൻ. യു നോ വാട്ട് കൺട്രാക്ഷൻ ഇസ്? കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? സയന്റിഫിക് ആയിട്ട് കൺട്രാക്ഷനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഇൻ എക്കോണമിയിലെ കൺട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. വളരെ എക്കണോമിക്സിൽ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് കൺട്രാക്ഷൻ. എക്കണോമിക്സിൽ, കോമേഴ്സിൽ, ദെൻ സയൻസിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കൺട്രാക്ഷൻ. സോ കൺട്രാക്ഷൻ മീൻസ് ഷ്രിങ്കിങ്, ഷ്രിങ്കേജ്, ഷ്രിങ്കിങ് എന്നൊക്കെ പറയും. ഡിക്ലൈൻ, ഡിക്രീസ് എന്നൊക്കെ പറയും. ക്ലഞ്ച്, മുറുകെ എന്തൊരു പിടുത്തം, ദാറ്റ് ഇസ് ക്ലഞ്ച്. സ്പാസം, ഈ പറഞ്ഞ മെഡിക്കൽ ഇതിൽ നമ്മൾ പറയും ഇറ്റ്സ് എ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്പാസം അല്ലെ? നമ്മൾ ഈ എന്താണ് കുട്ടി ഡെലിവറിയുടെ സമയത്ത് അല്ലെ, ലേബർ പെയിനിന്റെ സമയത്ത് പറയും കൺട്രാക്ഷൻസ് വന്നിട്ടുണ്ടോ, ഡോക്ടർ ചോദിക്കില്ലേ കൺട്രാക്ഷൻ വന്നോ, പറയും സ്പാസം, അതാണ് ഒരു പിടുത്തം, ദാറ്റ്സ് ഇറ്റ്. ഒരു വേദന, ഒരു പിടുത്തം, ദാറ്റ് ഇസ് ക്ലഞ്ച് ഓർ സ്പാസം. സോ മെഡിക്കലി അതിന്റെ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പാസം ഓർ ക്ലഞ്ച് എന്നൊരു ആണ് അർത്ഥം. അല്ലാതെ ഇക്കണോമിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ
ഇക്കണോമിക് അല്ലെങ്കിൽ കൊമേഴ്സിന്റെ രീതിയിൽ പറയുമ്പോൾ ഇറ്റ്സ് ഷ്രിങ്കിങ്, ഡിക്ലൈൻ, ഡിക്രീസ് എന്നാണ്. രണ്ടിനും രണ്ട് അർത്ഥമുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. സോ കൺട്രാക്ഷൻ. സോ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇക്കോണമിയെ പറ്റിയാണ്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ റോഡ് ടു റിക്കവറി അബൌട്ട് ഇക്കോണമി, ഇന്ത്യൻ എക്കോണമി. സോ ലെറ്റ്സ് സീ. അടുത്തത് റീബൗണ്ട് ആണ്. റീബൗണ്ട് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ എന്നൊക്കെ ഒരു അർത്ഥമില്ലേ, തിരിച്ച് കൂടിച്ചേരുക. അതിന് റീബൗണ്ട് എന്ന നൗൺ ഉണ്ട്. യു നോ വാട്ട് റീബൗണ്ട് ഇസ്, നൗൺ ഉണ്ട്. അല്ലാതെ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ വേർബ് ഉണ്ട്. വേർബിന്റെ മീനിങ് എന്താ? ബൗൺസ്. നമ്മളൊരു ബോൾ എറിയുമ്പോൾ ഇറ്റ് ബൗൺസ് അല്ലേ, എറിയുന്നു തിരിച്ചു വരുന്നു. ഇറ്റ്സ് ലൈക്ക് ബൂമറാങ്. ബൂമറാങ്. ഈ റീബൗണ്ട് ബൂമറാങ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഇറ്റ്സ് ബൂമറാങ്. സോ ബൗൺസ് ചെയ്യുക, തിരിച്ചു വരിക. എന്താണ്? റിക്കച്ചെ. റിക്കച്ചെ. റിംപോച്ചെ അല്ല കേട്ടോ, റിംപോച്ചെ അല്ല, യോധയിലെ റിംപോച്ചെ അല്ല, ഇറ്റ്സ് റിക്കച്ചെ. റീബൗണ്ടിന്റെ അർത്ഥം ബൗൺസ് ബാക്ക്. അതിനാണ് റിക്കച്ചെ എന്ന് പറഞ്ഞാൽ. റിക്കവർ ചെയ്യുക, റാലി ചെയ്യുക. റാലി എന്ന് പറഞ്ഞാൽ റീബൗണ്ട് ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. റാലി എന്ന് പറഞ്ഞാൽ റാലി ഇറ്റ്സ് എ വേർബ്. നമ്മൾ പറയുന്ന റാലി ഇല്ലേ, നമ്മുടെ പ്രൊട്ടസ്റ്റ്, നമ്മുടെ റാലി പോലെ നടക്കുക. ഇറ്റ്സ് റാലി നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് അതർ മീനിങ്. റാലി എന്ന് പറയുന്നത് വരുമ്പോൾ തിരിച്ച് ഒരു ബൗൺസ് ചെയ്ത് വരിക. അതിനെയാണ് നമ്മൾ റാലി എന്ന് പറയുക വേർബായിട്ട്. സോ സി, റീബൗണ്ട് എന്ന വാക്കിന്റെ അർത്ഥം ആസ് വേർബ്, മീനിങ് ഇതാണ് ബൗൺസ്, റിക്കച്ചെ, റിക്കവർ, റാലി. അപ്പൊ റിക്കച്ചെ റിംബോച്ചെ വെച്ച് ഓർത്ത് വെക്കുക. റാലി നമ്മൾ ഓർത്ത് വെച്ചോ, റാലി തിരിച്ചു വരവിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാലി ചെയ്യുന്നത് അല്ലെ. റാലി പോയിട്ട് തിരിച്ചു വരണ്ടേ. സോ അങ്ങനെ ഒരു ഐഡിയയിൽ ഓർത്ത് വെക്കുക. റീബൗണ്ട് എന്നതിന്റെ സിനോണിംസ് ആണ് ഇവയൊക്കെ. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ്. All right, let me see. Descriptive session, pin down the students to improve the writing skills. Okay, relatives pin down my husband for auntie's treatment. All right. COVID pandemic, pin down the government to set up online classes. Yeah. People contracts when exposed to bright light. Yes, Vishnu. Due to COVID, startups tread water and wait till the situation becomes normal again. Yes, Jayashri. Mangoes will shrink when kept in salt solution. Yes. Spasm of diaphragm cause hiccups. Yeah, yes. Coronavirus rebounded in the format of Omicron. Okay. Election is a rebound. All right. The Kerala government should pin down the center to act on unfair course of action taken by TN government on Mullaperera issue. Yeah. Yes, yes. Contraction of the goods price. Yes. Fine. Let's see. അടുത്ത നോക്കിക്കേ. നെക്സ്റ്റ് വാക്ക് ഇതാണ് സർപാസ്. ഇറ്റ് വിൽ സർപാസ്. കേട്ടില്ലേ, ഇതൊക്കെ കടന്നു പോകുന്നേ. സർപാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സൽ ചെയ്യുക, അതുക്കും മേലെ, ഒരു ഒരെണ്ണത്തിന് മേലെ, അതിനെയാണ് സർപാസ് ചെയ്യാന്ന് പറയാം. എക്സൽ ചെയ്യുക, എക്സീഡ് ചെയ്യുക, ട്രാൻസെൻഡ് ചെയ്യുക, ബെറ്റർ ചെയ്യുക. ബെറ്റർ വേർബ് ആണ്, ഓർക്കണേ. വേർബ് ബെറ്റർ ഉണ്ട്. ബെറ്റർ എന്ന് പറയുന്നത് വേർബ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. സോ ബെറ്റർ എന്ന് പറയുന്നത് വേർബ് ആയിട്ട് ഉപയോഗിക്കും. ബെറ്റർ ചെയ്യുക, ബെറ്റർ എന്ന് പറഞ്ഞാൽ നന്നാക്കുക, ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ സർപാസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, ബെറ്റർ ചെയ്യുക, ഔട്ട് ഡു ചെയ്യുക, അത് ഒരെണ്ണേക്കാൾ നന്നായിട്ടാകുക. സോ അടിപൊളിയാക്കുക, ഒരാളെക്കാളും മറികടക്കുക, നന്നായിട്ട് ചെയ്യുന്നതിന് ഔട്ട് ഡു, ഔട്ട് ഷൈൻ എന്നൊക്കെ സർപാസ് എന്ന വാക്കിന്റെ അർത്ഥമുണ്ട് കേട്ടോ. സർപാസ്. സോ യൂസ് അല്ലേ, ഈ ട്രാൻസെൻഡ് എക്സെൽ ചെയ്യും എന്നൊക്കെ പറയാമല്ലോ ഓരോ കാര്യങ്ങൾ. ബിസിനസ് വിൽ സർപാസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. സോ എന്ന് വെച്ചാൽ അതൊക്കെ എക്സെൽ ചെയ്യൂന്നേ, നന്നാവൂന്നേ എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്, സർപാസ്. ഓർത്ത് വെച്ചോണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ട്രാക്ഷൻ. വാട്ട് ഇസ് ട്രാക്ഷൻ? ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രിപ്പാണ്. ഒരു പിടിവള്ളി, ട്രാക്ഷൻ ഓർ ഗ്രിപ്പ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ, അഡ്ഹിഷൻ ഓർ പ്രൊപ്പൽഷൻ, അതിനൊക്കെയാണ് ട്രാക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ട്രാക്ഷൻ ഉണ്ട് അല്ലെ. ദർ ഇസ് എ ട്രാക്ഷൻ ഇൻ അവർ എക്കോണമി ഡ്യൂ ടു ഇന്നത് എന്നൊക്കെ പറഞ്ഞു, ഡ്യൂ ടു ദിസ്, ഡ്യൂ ടു ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. യു സി ദർ ഇസ് എ ഗ്രിപ്പ്. ദർ ഇസ് ഓൾവേസ് എ ഗ്രിപ്പ്. ദർ ഇസ് ഓൾവേസ് എ ട്രാക്ഷൻ ഫോർ യു ടു സക്സീഡ്. Look for the traction. Look for a grip. When you are in a difficult situation, look for attraction. Look for attraction, not look for attraction. Look for attraction. Look for a grip. Look for a friction. Look for an adhesion. Look for a propulsion. ഓർത്ത് വെച്ചോ കേട്ടോ. Okay. This time will surpass. Yes, it will. Foreign investment in India has been contracting since 2018. Yes, the country's economy is. Country's economy is എന്ന് പറയില്ലല്ലോ. The country's economy പറയോ? അല്ല, the economies of the countries എന്ന് കൊടുക്കാം അല്ലെ. അത് പ്ലൂറൽ വേണ്ടേ. കൺട്രിയുടെ ഇക്കോണമി എന്നാണെങ്കിൽ കൺട്രിയുടെ ഇക്കോണമി ഈസ് ഇൻ കൺട്രാക്ഷൻ എന്ന് കൊടുക്കണം. അപ്പസ്ട്രോഫി കൊടുക്കണം കേട്ടോ കാർത്തിക. കോവിഡ് മെയ്ഡ് ദി ഇക്കോണമി ടു കൺട്രാക്ട്. യാ, സുരേഷ് ഗോപി rebounded in the movie Kaval. Yes, this time to surpass. Yeah, COVID-19 causes a contraction in the economic sector. Yes, the release of Mahapack film gave a rebound to the theatre industry. Yes, again അത് തന്നെ അടിപൊളിയായിട്ട്. കോമ്പറ്റീവ് എക്സാം ഇസ് സർപാസിംഗ് ഓൾ അതർ കോമ്പീറ്റൻസ്. ഓക്കെ, എക്സീഡിങ്. ഓ, പ്രൊപ്പൾഷൻ അഡീഷൻ ഒക്കെ ഒരേ മീനിങ് ആണോ? പ്രൊപ്പൾഷൻ അഡീഷൻ ഒക്കെ ഒരേ മീനിങ് അല്ല. പക്ഷേ നമ്മൾ ഈ പറയില്ല അഡീഷൻ, നമ്മൾ എന്താ പറയുക, അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ അഡിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ എന്താ പറയുക, കംപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ്, ഒബേ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ
പിടിച്ചു നിൽക്കുക, ഒരാൾ പിടിച്ചു നിൽക്കാനൊരു ഇത് ഫ്രിക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഗ്രിപ്പ് എന്ന അർത്ഥത്തിലാണ് അഡിഷൻ എന്ന് പറയാം. അഡിഷൻ എന്നൊക്കെ പറയാനുള്ള ഈ വണ്ടീൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, വണ്ടിയുടെ സ്പെയർ പാർട്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വീക്കെൻഡ്സ് അഡിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ യൂസേജ് ആണ്. അപ്പൊ പല രീതിയിൽ അഡിഷന്റെ മീനിങ് ഉണ്ട്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ അഡിഷൻ എന്ന യൂസേജ്, അതാ ഞാൻ പറഞ്ഞ സിനണിം ആണ് എന്ന് വീണ്ടും എടുത്തു പറയുന്നത്. പ്രൊപ്പൽഷൻ എന്നുള്ള സിനണിം ആണ് എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് അഡിഷൻ എന്ന വാക്കിന്റെ അഡിയർ ചെയ്യുക, നിങ്ങൾ അഡിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കാര്യത്തോട് നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യത്തോട് പൊരുത്തപ്പെടുക, കംപ്ലൈ ചെയ്യാന്ന ഒരു അർത്ഥമാണ്. പക്ഷേ അഡിഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീനിങ് മാറിയതുകൊണ്ടോ? ഗ്രിപ്പ്, ഒരു കാര്യത്തോട് മീനിങ് റിലേറ്റഡ് ആണ് ഒബ്വിയസ്ലി, പക്ഷേ അതിന്റെ ഒരു ഗ്രിപ്പ് എന്നാണ് അർത്ഥം, ഒരു പിടിവള്ളി എന്നുള്ളൊരു അർത്ഥമാണ്. മനസ്സിലായോ? പ്രൊപ്പൽഷനും ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോളൂ, ഇറ്റ്സ് സിനോണിമസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്താണ് ബൾവോക്ക്. ബൾവോക്ക് എന്ന് പറഞ്ഞാൽ വോൾ, ഭിത്തി, ദാറ്റ്സ് ഇറ്റ്, വോൾ. റാംപാർട്ട്, വാട്ട് ഈസ് റാംപാർട്ട്? റാംപാർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഭിത്തി. നമ്മൾ ഈ ഇത് കാണില്ലേ, എന്താ പറയാ, ഹിസ്റ്റോറിക്കൽ മൂവീസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ചൈനീസ് മൂവീസ് ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് അറിയാം, വലിയൊരു കവാടം പോലെ ഈ യുദ്ധമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ഫോർട്ടിഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ശത്രു ആർമി വരുന്നതിന് മുമ്പ്, അല്ലേ, സൈന്യം വരുന്നതിന് മുമ്പ് ഫോർട്ടിഫൈ ചെയ്ത് നോക്കും, മൊത്തം കവാടമൊക്കെ വെച്ചിട്ട് ആ വാതിലും അതുപോലെ തന്നെ വോളും ഒന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു പാരപ്പറ്റൊക്കെ ഉണ്ടാവും. ആ പാരപ്പറ്റിൽ നിന്നായിരിക്കും ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ സൈന്യം എന്ത് ചെയ്യുക, അമ്പെയ്ത്തും പരിപാടികളൊക്കെ ചെയ്യാം. സോ യു നോ ദാറ്റ് അല്ലേ, നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെ റാംപാർട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റോയൽ റാംപാർട്ട് എന്നൊക്കെ പറഞ്ഞൊരു പേര് തന്നെയുണ്ട്. ഇറ്റ് മീൻസ് അങ്ങനെ ഒരു ഫോർട്ടിഫൈ ചെയ്ത ഒരു കവാടം വെക്കാണ്, ശത്രു സൈന്യം വരുന്നതിന് മുമ്പ് അവിടെ കൊടുക്കുന്നതിനെയാണ് റാംപാർട്ട് എന്ന് പറയുക. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഫോർട്ടിഫിക്കേഷൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫോർട്ടിഫൈ ചെയ്യുന്നതാണ് സപ്പോർട്ട് ചെയ്യാന്നാണ്, പ്രൊട്ടക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. സോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ആ വോള് എന്തിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാരിക്കേഡ്, നമ്മൾ എന്തിനാണ് ബാരിക്കേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു റിവോൾട്ട് നടക്കുമ്പോൾ പോലീസ് ബാരിക്കേഡ്സുമായിട്ട് വരാറുണ്ട്. വാട്ട് ഈസ് ബാരിക്കേഡ്? എന്താ ബാരിക്കേഡ്? അല്ലേ, തടഞ്ഞു നിൽക്കുന്ന ഒരു സാധനമല്ലേ, വോൾ ഇറ്റ് ഇസ്. ദാറ്റ്സ് എ വോൾ. ഓക്കെ, ഓർത്ത് വെച്ചോണേ. ദാറ്റ്സ് എ ബൾവോർക്ക് എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടോ, ഓർത്ത് വെച്ചോ. ഇന്നത്തെ ആർട്ടിക്കിളിൽ ബൾവോർക്ക് ഉണ്ട്. സോ ദാറ്റ്സ് വൈ. ഓക്കെ, ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പല മീനിങ് ഉള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണേ എല്ലാവരും. PSC exam is my last traction. Okay, Sriju, all right. Since I had lot of street food, yes, I had a lot of street food yesterday. Some kind of contraction feelings. I feel contractions in my stomach എന്ന് കൊടുക്കുക. Okay, Karthika, I feel some contractions in my stomach എന്ന് പറയാം. അല്ലാതെ കൈൻഡ് ഓഫ് കൺട്രാക്ഷൻ ഫീലിങ്സ് എന്ന് പറയില്ല. കൈൻഡ് ഓഫ് കൺട്രാക്ഷൻ ഫീലിങ്സ് പറയാം. ഐ ഫീൽ കൺട്രാക്ഷൻസ്, ബിക്കോസ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് നൗൺ അല്ലേ, പിന്നെ കൺട്രാക്ഷൻ ഫീലിങ്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ കാർത്തിക? അട helps us Murugan, yes, helps us surpass, yes, helps us surpass our knowledge. Very good. All right, thank you if it is helping you. Okay, the concerned state governments should take steps to contract the genocide in tribal areas. Great. This 1 hour session will really help me to surpass my language skills. കണ്ടോ, തോംസി ഉപയോഗിച്ച് help me to surpass ഉം എന്നാ മുരുകൻ ഉപയോഗിച്ചുണ്ടോ help surpass ആണ്. അപ്പോൾ ഹെൽപ്പ് മീ സർപ്പാസ് ആണ്. അപ്പോൾ രണ്ടും യൂസ് ചെയ്യാം. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് എന്ന വേർബിന്റെ കൂടെ കോസറ്റീവ് വേർബായിട്ട് ഹെൽപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ V1 ഉപയോഗിക്കാം, 2 + V1 ഉപയോഗിക്കാം. അത് മനസ്സിലുണ്ടായിരിക്കണം എല്ലാവർക്കും. ഇപ്പോൾ തോംസി പറഞ്ഞു ഹെൽപ്പ് മീ ടു സർപ്പാസും, മുരുകൻ പറഞ്ഞു ഹെൽപ്പ് മീ സർപ്പാസും. സോ രണ്ടും ഉപയോഗിക്കാം, റിമെമ്പർ ദാറ്റ് കേട്ടോ. ഓക്കെ, അടുത്ത വാക്കാണ് ഇത്. രണ്ടും കഴിഞ്ഞല്ലോ, അടുത്ത വാക്കിലോട്ട് കൊണ്ടുപോവാണ്. ഹെയ്സി. വാട്ട് ഈസ് ഹെയ്സി? ഹെയ്സി എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്നൊരവസ്ഥ. ബ്ലറി, പെയിന്റ്, മിസ്റ്റി, ക്ലൗഡി അല്ലെങ്കിൽ അൺക്ലിയർ, ഇതിനാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഹെയ്സി എൻവയൺമെന്റ് ആണ്, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ഹെയ്സി ഹിയർ ആൻഡ് ഐ ഫീൽ ഹെയ്സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ഫീൽ അൺക്ലിയർ, എനിക്ക് എന്തോ ഒരു ഫോഗി ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഒന്നും ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹെയ്സി. ഓർത്ത് വെച്ചോണേ ഹെയ്സി എന്ന വാക്ക്. ഓക്കെ, the concentrated state government should take steps to contract പറഞ്ഞു. Okay, I'm so sorry. The traction applied on my neck relieved my neck pain. Okay, all right, we have to find a traction during economic crisis. Yes, surpassing different difficulties coming our way through hard work can increase our confidence and willpower. Yes, Justin. ഞാൻ അഡിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലൈ ചെയ്യുക, ഒബേ ചെയ്യുന്നതാണ് അർത്ഥം കേട്ടോ. Penchant of petrol driven cars should be plummeted with a launch of electric cars by the major automotive brands. Okay. Other due to COVID-19 contraction in syllabus. Due to COVID-19 contraction in syllabus is helpful to students. മനസ്സിലായില്ല. ഡ്യൂ ടു COVID-19 കൺട്രാക്ഷൻ, ആ സെന്റൻസിനൊരു ഇതില്ലല്ലോ, മീനിങ് ഇല്ലല്ലോ അഞ്ജന. ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ. മൈ പ്രസന്റ് കണ്ടീഷൻ വിൽ സർപ്പാസ് ആഫ്റ്റർ ഗെറ്റിംഗ് എ സെക്യൂർ ജോബ്. ഓക്കെ,
This time the SSLC results surpassed the previous results. Okay, editorial session help me alla, helps me. Editorial session na kodukkunnengil helps me. Editorial sessions aanengil help me. Okay, pluralum singularum okka. Surpass vocab contraction. Okay, switchable traction control is very essential feature of bike alla, is bikes alla, of bikes nowadays. Okay, clench pidikka, clench cheyannu പറഞ്ഞാൽ നമ്മൾ clench cheyannu പറഞ്ഞാൽ എന്താ പറയാ, ഇങ്ങനെ ഒരു പിടുത്തം, പിടിക്കുക കയറി, ദാറ്റ്സ് ഇറ്റ്, ഒരു പിടുത്തം, ദാറ്റ്സ് ഇറ്റ്. അതാണ് കേട്ടോ. PSC make a bulwark, PSC make അല്ല, PSC makes a bulwark in front of us in form of statement questions. Okay, Supreme Court is a bulwark of our constitution. All right, Himalaya performs a bulwark in India. All right, yes. Performs അല്ല, behaves. ഹിമാലയ എന്ന് പറയില്ല, ഹിമാലയാസ് കേട്ടോ. ഹിമാലയാസ് എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു മലനിരയാണ്. അപ്പോൾ ഒരിക്കലും ഹിമാലയാസ്, യെസ്, ഹിമാലയാസ് എന്ന് പറയാവുള്ളൂ കേട്ടോ. അതിന് ഹിമാലയ എന്ന് പറയരുത്, തെറ്റാണ് കൊടുക്കുക കേട്ടോ. ഹിമാലയ ബിഹേവ്സ് അസ് എ ബൾവാക്ക് ഇൻ ഇന്ത്യ എന്ന് കൊടുക്കാം. ബൾവാക്ക് ഫോർ ഇന്ത്യ എന്ന് കൊടുത്തു. ചെസ്വാക്ക് പുറങ് ഇസ് ദി ബൾവാക്ക് അഗൈൻസ്റ്റ് ഇംഗ്ലീഷ് പേസ് ബാറ്ററി. ഓൾ റൈറ്റ്. ഈച്ച് വാക്സിൻ വി ഹാവ് ടേക്കൺ മെയ്ഡ് അസ് ടു സർപാസ് ദി condition. Yes, his hard work surpassed him in his career. Okay, the government should rebound the financial loss through any other means other than increasing the household prices. Okay. In Bahubali movie, Kattappa built a bulwark in war. Yes, there is a bulwark in Mahilmati Palace. Yes, there is no use staying effortless hopping. This time will surpass. Yes, Bonnie, great. There can be many bulwarks in our way to success. Yes, +2 main results makes me hazy. Result makes me hazy. Okay, I'm hazy about my syllabus. Okay, I can't drive through high range. It looks much hazy than the previous day. All right. Telegram link കാണുന്നില്ലേ? തരാലോ. ഓക്കെ, നെയ്മ തരാട്ടോ. ഓക്കെ, നോക്കുക. അടുത്ത വാക്ക് നോക്കി, ഡെവസ്റ്റേറ്റിംഗ്. യു നോ വാട്ട് ഡെവസ്റ്റേറ്റിംഗ് മീൻസ്? ഡെവസ്റ്റേറ്റിംഗ് ആൻഡ് ഡെവസ്റ്റേറ്റഡ്. ഡെവസ്റ്റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഡിസ്ട്രക്ട്, റൂയിനസ്, ഷാറ്ററിങ്, സിവിയർ അല്ലേ? ഡിസ്ട്രക്റ്റീവ് ആയിട്ട് നാശം വരുത്തുന്ന, എന്ന റൂയിൻ ചെയ്യുന്ന എങ്കിൽ ഡെവസ്റ്റേറ്റിംഗ് എഫക്റ്റ് അല്ലേ? COVID-19 ഹാസ് ക്രിയേറ്റഡ് എ ഡെവസ്റ്റേറ്റിംഗ് എഫക്റ്റ് ഓൺ ദി വേൾഡ് എക്കോണമീസ്. എല്ലാ എക്കോണമീസിലും ഒരു റൂയിനസ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ആണ്, ഷാറ്ററിംഗ് എഫക്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ടോർമെന്റഡ്, ഷാറ്ററിംഗ്, സിവിയർ എഫക്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുന്ന എന്നാണ് അർത്ഥം. ഡെവസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ എന്നാണ്. അപ്പോൾ ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുന്ന എന്നർത്ഥം. ഓക്കെ, അടുത്തൊരു ഗ്യാമറ്റ് ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു സ്പെക്ട്രം ഒക്കെ പറഞ്ഞു. റേഞ്ച്, സ്പാൻ, സ്കോപ്പ്, ഏരിയ, എക്സ്റ്റെൻഡ്. ശ്രദ്ധിക്കണേ, എക്സ്റ്റെൻഡ്, ഇത് ശ്രദ്ധിക്കണം. എക്സ്റ്റെൻഡ് എന്ന വാക്കാണ്, ടി ആണ്, TNT, എക്സ്റ്റെൻഡ്. റേഞ്ച്, അതാണ് എക്സ്റ്റെൻഡ് എന്നുള്ളത് മീനിങ്. ഓക്കെ, ഗ്യാമറ്റ് ഇന്നലെ പറഞ്ഞ വാക്കാണ്, ഓർത്ത് വെച്ചോളാം. റേഞ്ച്, സ്പെക്ട്രം ആണത്. ഓക്കെ, ഓൾ റൈറ്റ്. Okay, all right. It is good to build a bulwark when you come across cunning people. Yes. Mornings are so hazy nowadays that won't allow you to get up from bed. Yes, Vishnu, Satyam. True, very true. Unemployment in India mainly due to unemployment in India is mainly due to Tasomia. Avada main verb koduthe, unemployment in India is mainly due to hazy attitude of government. Okay. In December morning, roads are hazy. Yes, in December mornings roads are hazy. The notion of descriptive exam makes me hazy. Okay, due to global warming nowadays, morning is hazy. Anganella, due to global warming, due to global warming nowadays, morning is hazy. Or mornings are hazy. That's correct. Mary Moore. Even now, the debate of HC exam is hazy. Date. Yes, it is unclear. English grammar was a bulwark before me, but Rintu ma'am's class surpassed me. All right, great. That's great. The explanation given by him was hazy, and the police wanted him in custody. Great warning. Yes, my mind was hazy at the time of exam. Yes, laziness is devastating and so difficult to overcome. Yes, it is. The predictions done by meteorological department in most cases is still hazy. Yes, De Villiers is a devastating character in international cricket. Yes, he is. Plastic devastating water resources. Plastic is devastating. അല്ലേ? പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സിംഗുലർ അല്ലേ? അപ്പോൾ അവിടെ വേർബ് വേണ്ടേ? ഓക്സിലറി വേർബ് വേണ്ടേ? വെരി മോളെ, അപ്പോൾ എന്ത് കൊടുക്കണം? പ്ലാസ്റ്റിക് ഈസ് ഡെവസ്റ്റേറ്റിംഗ് കേട്ടോ. പെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിന്റ് മങ്ങ എന്നാണ് അർത്ഥം. ഫെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അൺകോൺഷ്യസ് ആവാന്നൊരു അർത്ഥം ഉണ്ടല്ലേ? പെയിന്റ് ചെയ്യുക. മങ്ങിയ എന്നൊരു അർത്ഥമുണ്ട്. മങ്ങിയ, ഫെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മങ്ങിയ. ഇത് തന്നെയല്ലേ ബ്ലറി, മങ്ങിയ.
മിസ്റ്റി മങ്ങിയത് തന്നെയല്ല, അത് തന്നെ. അടുത്ത് നോക്കിയാൽ ഡിപ്രസ്. ഡിപ്രസ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഡിപ്രസ് ചെയ്യാന്ന് പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡും പറയാറുണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലും പറയാറുണ്ട്. എന്താ മൊത്തത്തിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞത് അർത്ഥം ഒരു എല്ലാത്തിൻ്റെ ഒരു ഡിക്രീസ് ആണ് അല്ലെ എന്നത്. ഇക്കോണമി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിപ്രഷൻ, ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിസ്റ്ററിയിൽ പീരീഡ് ഓഫ് ഡിപ്രഷൻ, നിങ്ങൾക്ക് വേൾഡിൽ ഡിപ്രഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാലഘട്ടം. യെസ്. സോ ഡിപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ സാഡൻ ചെയ്യുക, സങ്കടപ്പെടുത്തുക. ഡിസ്പിരിറ്റ് ചെയ്യുക, നമ്മുടെ സ്പിരിറ്റ് ഒക്കെ ഇല്ലാണ്ടാക്കി നമ്മളെങ്ങാണ്ട് ആകപ്പാട് ഇല്ലാണ്ടാക്കുക, അതിനെ നമുക്ക് പറയാം ഈ പറയുന്ന ഡിപ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് ഡിപ്രസ് ചെയ്യുന്ന റിഡ്യൂസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, വീക്കൻ ചെയ്യുക. ഡിപ്രസ് സൊസൈറ്റി, ഡിപ്രസ് ഇക്കോണമി, ഡിപ്രഷൻ ഓഫ് സൊസൈറ്റി, ഡിപ്രഷൻ ഓഫ് ഇക്കോണമി കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ദ ഗ്രേറ്റ് ഡിപ്രഷൻ, പീരീഡ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ നിങ്ങൾ ഓർമ്മ ഉണ്ടാവുമായിരിക്കും ഹിസ്റ്ററിയിൽ. ഞാനൊക്കെ പഠിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ ലിറ്ററേച്ചറിൽ എൻ്റെ കോമൺ പേപ്പർ, നോട്ട് കോമൺ, എൻ്റെ സെക്കൻഡ് പേപ്പർ ഹിസ്റ്ററി ആയിരുന്നു, വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു. സോ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഐ റിമെമ്പർ ഗ്രേറ്റ് ഡിപ്രഷൻ പീരിയഡ്. നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത് നോക്കട്ടെ. Devastating earthquake at Pala. Yes. Nowadays, devastating rain made life of people under threat. Yes. Padman bomb devastating Japan. Padman bomb is devastating Japan. എന്ന് കൊടുക്കുക. പ്ലൂറൽ വേണ്ട അവിടെ, വേർബ് വേണ്ട, ഓക്സിലറി വേർബ് വേണ്ട. ദ ട്രൂത്ത് ഓഫ് മർഡർ ഇസ് സ്റ്റിൽ ഹേസി. യെസ്. നൗഡേസ് വിരാട് കോഹ്ലീസ് ബാറ്റിംഗ് ഇങ്ങനെ കൊടുക്കാം. നൗഡേസ് വിരാട് കോഹ്ലീസ് ബാറ്റിംഗ്, കോഹ്ലിയുടെ ബാറ്റിംഗ് അപ്പോസ്ട്രോഫി എസ് കൊടുക്കണേ ശ്രീജു. കോഹ്ലീസ് ബാറ്റിംഗ് ഇസ് ഡിസ്ട്രക്ട്. ഓക്കെ, ഡിസ്ട്രക്റ്റിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, DE ആണ്, DI അല്ല കേട്ടോ. ഡിസ്ട്രക്റ്റീവിന്റെ സ്പെല്ലിംഗ് DI അല്ല, DE ആണ്. ടൈപ്പോ എന്ന് ഞാൻ വിശ്വസിക്കുവാണ് കേട്ടോ. ഓക്കെ, യേശുദാസ് ഗ്യാമർ music is out of this world. Okay, felt haziness correct ആണോ? felt haziness എന്ന് നമ്മൾ പറയുമോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. laziness haziness എന്ന് പറയുമെന്ന് തോന്നുന്നു. hazy എന്ന് പറഞ്ഞാൽ എന്തായാലും unclear എന്നാണ് പറയാം. അപ്പോൾ unconscious അതാണ് ഉദ്ദേശിച്ചത്. അത് വരൂല എന്ന് തോന്നുന്നു. അത് വരില്ല കേട്ടോ, അത് വരില്ല കാർത്തിക, വരില്ല. The police felt something hazy in the murder of the women. Okay, yeah. As I lost the IBPS exam by 0.25 marks, I was in a state of depression for 2 days. Oh, the devastating result of COVID pandemic hit the world economic system. Okay. Improving one's vocabulary helps to gamut one's writing skills. Right. All right. Gamut എന്ന് പറയില്ല. Gamut is a noun. Verb ആയിട്ട് ഉപയോഗിക്കില്ല gamut. കേട്ടോ, ഗ്യാമറ്റ് അവിടെ ഒരു പ്രശ്നമുണ്ട് തോംസി, അവിടെ ഗ്യാമറ്റ് വേർബ് ആയിട്ട് ഉപയോഗിക്കില്ല, ഓർക്കാം. അതാണ് അപ്റ്റിക്. അപ്റ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്കോണമിയെ പറ്റിയുള്ള ഏതൊരു എസ്സേ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നതാണ് അപ്റ്റിക്. എന്താ അപ്റ്റിക്? ഇൻക്രീസ്, ഒരു സ്ലൈറ്റ് ഇൻക്രീസ്, ഗെയിൻ, ഡെവലപ്മെന്റ്, ബൂസ്റ്റ്, എക്സ്പാൻഷൻ, അതിനെയാണ് അപ്റ്റിക് എന്ന് പറയാം. അപ്റ്റിക് ഒരു ചെറിയ രീതിയിലൊരു ഇൻക്രീസ് ആണ്, ഒരു ഗെയിന്, ഡെവലപ്മെന്റ്, ബൂസ്റ്റ്, എക്സ്പാൻഷൻ, അതിന് നിങ്ങൾ പറയും അപ്റ്റിക് എന്ന്. ഓർത്ത് വെച്ചോണേ. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. യെസ്. Small scale business is devastating due to corona. Yeah. The defense personnel act as a bulwark at the borders and guard our country. Yeah. Yes. എല്ലാവരും ഫയറാ വിഷ്ണു. Getting low marks in mocks depress me. Getting low marks in mocks എന്ന് പറയുന്നത് അതിന്റെ പ്രൊപ്പോഷണൽ ഫ്രേസാ. അപ്പൊ ഗെറ്റിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്ട് കേട്ടോ, കൃഷ്. അപ്പോ depresses me കൊടുക്കാം. Getting low marks in mocks depresses me nowadays കൊടുക്കാം കേട്ടോ. In 2011, tsunami devastating, devastated എന്ന് കൊടുക്കുക, destroyed അല്ലേ. അപ്പം in 2011, tsunami devastated the economy of Japan. Okay, the gamut of AI is vast. Okay, the floods caused devastation to many people and some may not be able to recover from it during their entire lifetime. Yes. Good morning, Albin. Good morning. Hazy mornings make me lazy. Yeah. Okay. Okay, Vishnu. Yes. The repeated appearance of COVID-19 variables can depress even the strong-willed. Yes. Rosie will drive fast even if the road is hazy. Yes. Great. Devastating waves from sea in Chelanam area always make the people in trouble. Yes. There's a huge gamut from Indian systems of medicines in this COVID hit era. Yes, my company is now at depression stage. Okay, COP26 in conference helps to overcome devastating climate changes. Yes, environmental pollution is devastating the ozone layer. Yes, spread meaning വരുമോ ഗ്യാമറ്റിന്? സ്പ്രെഡ് അല്ല, സ്പ്രെഡ് എന്ന മീനിങ് വരില്ല കേട്ടോ അനുഷ. ഗ്യാമറ്റ് എന്ന് പറഞ്ഞ റേഞ്ച് ആണ്. നമ്മുടെ എത്ര എക്സ്റ്റെൻഡ് വരെ പോയ എക്സ്റ്റെൻഡ്, ആ ലെവൽ, റേഞ്ച്, ലെവല്, സ്പെക്ട്രം, സ്പാൻ എന്നൊക്കെയാ, സ്കോപ്പ് എന്നൊക്കെയാ പറയാം. ഒരിക്കലും അതിന് ആ ഒരു സ്പ്രെഡ് എന്നൊരു മീനിങ് ഇല്ല കേട്ടോ.
മോർ ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയും മോർ ഡെവസ്റ്റേറ്റിംഗ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ അതിനോട് മോർ ഉപയോഗിക്കാം ഒബ്വിയസ്ലി, കാരണം അത് ഡിസ്ട്രക്റ്റീവിംഗ്ലി എന്നൊന്നും പറയില്ലല്ലോ. സോ യു ക്യാൻ യൂസ് മോർ ഡിസ്ട്രക്റ്റീവ്. യെസ്, യു ക്യാൻ സേ ദാറ്റ് ബോണി, അബ്സല്യൂട്ട്ലി. ഓക്കെ, മോർ ഡെവസ്റ്റേറ്റിംഗ് പറയാം. Atmanirbhar Bharat uptick our small scale economy. Yeah, uptick in rainfall leads to flood in Kerala. Yes. Moving on to next one. അടുത്ത പിടിച്ചോ, disruption. Disruption എന്താ നിങ്ങൾക്ക് അറിയാലോ? Disturbance, disorder, interference, upset. Disruption in the growth or disruption in the proceedings, like court proceedings. There is a disruption in the proceedings due to a drunken policeman. Anything. എന്തിലും പറയാം. Court proceedings il kare alamundaka. That's it. Alamundaka, that is disruption. Disturbance, interference, disorder എന്നൊക്കെയുള്ളതാണ്. ഓർത്തു വെച്ചോണേ അതൊന്ന്. ഇപ്പോൾ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കട്ടെ അപ്പോഴേക്കും. എനി കോൺടാക്ട് നമ്പർ മെയിൽ ഐ ഡി സോ ദാറ്റ് ഐ ക്യാൻ ട്രൈ ആഫ്റ്റർ ഡിസ്ക്രിപ്റ്റീവ് ക്രോസ് ചെക്ക്. ഓ മാസ്മൻ, അത് നമുക്ക് HCD എക്സാമിന് തിരക്ക് കഴിഞ്ഞാൽ ഐ ഹെൽപ്പ് യു ഔട്ട് കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ HCD എക്സാം ഒന്ന് HCD എക്സാമിന് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ദേ ആർ റൈറ്റിംഗ് കണ്ടിന്യൂസ്ലി ടു മീ. അപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. ഐ ഹെൽപ്പ് യു. HCD എക്സാം ഒന്ന് ഇതിലോട്ട് എത്തിക്കോട്ടെ, അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര തിരക്കാതെ. Nowadays, gamut of B.Ed increase a lot of admission. Okay, nowadays gamut of level of B.Ed increase a lot, so admission is very tight. Yes, great. Yes, admission spelling is ADMISSION. Admission spelling രണ്ട് D ഇല്ല, MITION അല്ല, MISSION ആണ്. There is an uptick happened in my English knowledge through the editorial session. Oh, great, Lechu, that's great. The power of government is waning as the number of protesters upticks. Yes, the flood hit the area was devastating. Okay, nowadays there is an uptick in global economy. Yeah, the gamut of students can be assessed by their writing. Yes, my brother gamels the landscape in front of my house. Gamelt എന്ന് പറയുന്ന verb ആണ്, അല്ല noun ആണ്. അപ്പൊ gamels എന്ന് പറയില്ല ഹസീന, തെറ്റവിടെ. ഓക്കെ, എൻ്റെ ബ്രദറിന്റെ ലെവൽ എന്ന് പറയും my brother's gamelled in landscape is amazing and landscaping and പറഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, ഇന്ത്യ നീഡ് സം അൺടൈഡ് വർക്കിംഗ് ടു അപ്റ്റിക് ദി നിഷ്. united working to uptick the national economy after the pandemics. Yes, Vishnu. Yeah, my degree result depresses me a lot. കാരണം result is a singular, അതിന് depresses എന്നുള്ള കൊടുക്കുക കേട്ടോ. Always improve your gamut of vocab to improve your writing skills. Yes. അടുത്ത് അണ്ടർമൈൻ. അണ്ടർമൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എറോഡിയ, നശിപ്പിക്കുക, സബ്വേർട്ട് ചെയ്യുക, സബോട്ടാഷ് ചെയ്യുക, വേറെ നശിപ്പിക്കുക എന്നൊക്കെ പറയില്ല നമ്മളതിനെ. ഒരാളെ നമ്മൾ അണ്ടർമൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ദ ബ്രിട്ടീഷ് റൂൾ ഓർ എന്താ പറയുക, നമ്മുടെ ഇതിനെ പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടർമൈൻ ദ പവർ ഓഫ് ദ പ്രിൻസ്ലി states or rulers, emperors or the emperors or the local emperors of the country, of the princely states. അങ്ങനെ പറയാം. അണ്ടർമൈൻ ചെയ്തു. ഓക്കെ, അണ്ടർമൈൻഡ്. സോ എറോഡിയ, സബ്വേർട്ടിയ, സബോട്ടാഷിയ എന്നൊക്കെ അർത്ഥമുണ്ടേ, വേറെ ഇല്ലാണ്ടാക്കുക, അതാണ്. സോ അണ്ടർമൈൻ എന്ന വാക്കുകൂടെ ഓർത്തു കേട്ടോ. യെസ്, വാക്സിനേഷൻ depressed uptake of COVID-19 globally. Yeah, an uptick in fuel price led to exponential growth in domestic expense. Okay, all right, sorry Masman, I'm so sorry. Okay, Omicron is disturbing അല്ല, അപ്പൊ ഡിസ്ട്രപ്റ്റിംഗ് എന്ന് കൊടുക്കുക കേട്ടോ മേരി മോൾ. ഒമിക്രോൺ ഇസ് ഡിസ്ട്രപ്റ്റിംഗ് സൗത്ത് ആഫ്രിക്ക കൊടുക്കുക, ഡിസ്ട്രപ്റ്റിംഗ് കൊടുക്കുക. ദ drunkard resident is a disruption for all others. Yes, there is an uptick in children's mobile use to an addictive level as a consequence of online education. Yes, disruption of kids study during these online classes affect them deeply. Yeah, okay, all right. My bro always make a disruption on me. Disturbance on me. Yeah, okay, angane make disruption on me. Make disruption on me. Disruption, interfere, make interference on me. Okay, correct. അല്ലെങ്കിൽ disrupt me എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. disrupt എന്നാണ് verb കേട്ടോ, അതിന്റെ verb disrupt ആണ്. സോ യു ക്യാൻ disrupts me, interfere me എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ യു ക്യാൻ സേ disrupt എന്ന വാക്ക് ഉപയോഗിക്കാം. disrupt verb ആണേ, അതോടെ കയ്യിലിരുന്നോട്ടെ എല്ലാവരുടെ കയ്യിൽ. അടുത്താണ് അഫ്ലിക്ഷൻ. അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എയിൽമെന്റ്, ഒരു അസ്വസ്ഥത, ഡിസീസ് എന്നൊക്കെ പറയില്ല, ആ സാധനം. മാലഡി, ട്രബിൾ, മെനീസ്, അഡ്വേഴ്സിറ്റി, ഡിസ്ട്രസ്, ഒരു പ്രശ്നം, ഒരു ട്രബിൾ. ദാറ്റ്സ് വാട്ട് അഫ്ലിക്ഷൻ ഇസ്.
കേട്ടോ. അഫ്ലിക്ഷൻ, ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അഫ്ലിക്ഷൻ ടു ദി പാർട്ടി, ടു ദി കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്, ട്രബിൾ ആണ് എന്നൊക്കെയാണ് അർത്ഥം. എന്തൊരു മീനിങ്ങും നിങ്ങൾക്ക് ഉപയോഗിക്കും. ഈ മീനിങ് എല്ലാം ഒരേ മീനിങ് ആണ്, സിനോണിമസ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, യാ. COVID-19 is the main disruption of the exam conduction these days. Yeah, the tragedy disrupted her life. Yeah, we see frequent disruptions in parliamentary sessions in the last few years. Yeah, the gamut of this treatment should be used in kids too, apart from adults. Okay, yes. All right, disruption during the time of studies will make a studious student angry. Yes, my husband undermined my traveling passion. Oh, that's bad. My bad performance in LD exam undermined my hope of government job. All right. India poses a gamut of weaponry. Okay, COVID pandemic undermines the economic system of our country. All right. Yes, there is some disruptions in online classes due to network issues. Yes, the Indian Army undermined the Chinese in making roads in the boundary. All right, an error in law is disrupting the society. Yes, phone calls make disruptions in my English class. Oh, okay. All right. അടുത്താണ് പെരിനിയൽ. ഒരു തവണ നമ്മുടെ PSC എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് പെരിനിയൽ എന്ന വാക്കിന്റെ മീനിങ്, സിനോണിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെരിനിയൽ എന്ന വാക്കിന്റെ അർത്ഥം എവർ ലാസ്റ്റിംഗ് ആണ്, പെർപച്വൽ, എറ്റേണൽ, എൻഡ്ലെസ്, പെരിനിയൽ എന്ന് പറയുന്നത്. ഓക്കെ, പെരിനിയൽ എന്ന വാക്കിന്റെ അർത്ഥം എവർ ലാസ്റ്റിംഗ്, പെർപച്വൽ എന്നൊക്കെയാണ്. പെരിനിയൽ എന്ന എപ്പോഴും നിൽക്കുന്ന, എന്നും നിലനിൽക്കുന്നതാണ്. ഓർത്ത് വെക്കുക, എന്നും നിലനിൽക്കുന്ന കാര്യത്തിനാണ് പെരിനിയൽ എന്ന് പറയും. ഓർത്ത് വെച്ചോടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, എവർ ലാസ്റ്റിംഗ്, പെരിനിയൽ എന്ന്. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദ ആന്റണിം ഓഫ് പെരിനിയൽ? പെരിനിയലിന്റെ ആന്റണിം പറഞ്ഞു തരാമോ ആരെങ്കിലും? An error in law disrupting society. Phone call me പറഞ്ഞു, never undermine oneself as it will hurt one's self confidence. Yes, I'm in affliction due to COVID. Okay, പറയാമോ പെരിനിയൽ എന്ന വാക്കിന്റെ? Can anyone tell me what is the antonym of perennial? ചോദിച്ചിട്ടുണ്ട് തവണ, ആന്റണിം ചോദിച്ചിട്ടുണ്ട് പെരിനിയൽ. ഓക്കെ, അടുത്ത റെൻഡർ. നോക്കിയാൽ റെൻഡർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്, സപ്ലൈ, കോൺട്രിബ്യൂട്ട്, എക്സ്റ്റെൻഡ്. റെൻഡർ സപ്പോർട്ട്, പ്രൊവൈഡ് സപ്പോർട്ട്, കോൺട്രിബ്യൂട്ട്, എക്സ്റ്റെൻഡ്. നോക്കി ഇവിടെ എക്സ്റ്റെൻഡ് കണ്ടോ? നേരത്തെ ഒരു എക്സ്റ്റെൻഡ് നിങ്ങൾ കണ്ടു, മാറിപ്പോകാതിരിക്കാനുള്ള 2 എക്സ്റ്റെൻഡ് ആണ് ഇത്. നിങ്ങൾ അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് വീണ്ടും എടുത്ത് പറയുന്നത്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. രണ്ടിന്റെ മീനിങ് നോക്കണേ. എക്സ്റ്റെൻഡ് ഇസ് നൗൺ, അതിന്റെ അർത്ഥം റേഞ്ച്, സ്കോപ്പ് എന്നൊക്കെ, ലെവൽ എന്നൊക്കെയാണ്. ഓക്കെ, ഏത് എക്സ്റ്റെൻഡ് വരെ അവൻ പോകും അല്ലേ? അതിനുവേണ്ടി അവന്റെ ജയിക്കാൻ വേണ്ടി അവൻ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും, ഏത് എൻഡ് വരെ പോകും, എക്സ്ട്രീം വരെ പോകും എന്ന് പറയില്ലേ? അടുത്ത് നോക്കിയേ, അടുത്ത എക്സ്റ്റെൻഡ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുക. വേർബ് ആണ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് അല്ലെ, പ്രൊവൈഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് യുവർ സപ്പോർട്ട്, എക്സ്റ്റെൻഡ് യുവർ ഹെൽപ്പ് എന്നൊക്കെ പറയില്ലേ? എക്സ്റ്റെൻഡ് ചെയ്യാം, പ്രൊവൈഡ് എന്നൊക്കെയാണ് അർത്ഥം. രണ്ടിന്റെ മീനിങ് ഒന്ന് ഓർത്ത് വെച്ച് നോക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓൾ റൈറ്റ്, യെസ്. അടുത്ത വാക്കിലോട്ട് പോകാം. അപ്പൊ അതിന് പെരിനിയലിന്റെ ഇത് പറഞ്ഞില്ലല്ലോ, പെരിനിയൽ എന്ന വാക്കിന്റെ നോക്കിയില്ലല്ലോ, ഞാൻ എൻ്റെ തിരക്ക് നോക്കിയില്ലല്ലോ, നോക്കട്ടെ. സീസണൽ, ടെമ്പററി, ഇൻകൺസിസ്റ്റന്റ് ഒക്കെ പറയാം കേട്ടോ. യാ, ട്രാൻസിയന്റ് പറയാം, പെരിനിയലിന് ട്രാൻസിയന്റ് പറയാം, ഓപ്പോസിറ്റ് ആണ്. ട്രാൻസിയന്റ് പറയാം, കറക്റ്റ് ആണ്. സീസണൽ പറയാം, കറക്റ്റ് ആണ്, കാരണം ഒരു സീസണിൽ മാത്രം വരുന്നത്, കറക്റ്റ് ആണ്. പെരിനിയൽ ഫ്ലവേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ, ട്രീസ് ഒക്കെ കേട്ടിട്ടില്ലേ? യെസ്. ഷോർട്ട് ടേം, മൊമെന്ററി പറയാം, കറക്റ്റ് ആണ്. ടെമ്പററി. യാ, വേറൊരു വാക്കുണ്ട്. യെസ്, സജിനി, വെരി ഗുഡ്. ഇന്ന് കൃത്യമായ ഒരു വാക്ക് പറഞ്ഞു തന്നാൽ ട്രാൻസിയന്റിനൊക്കെ അല്ലാതെ എപ്പിഫെറൽ, പെരിനിയൽ, എഫിമെറൽ. ഷോർട്ട് ടൈം, കുറച്ചു നേരത്തേക്ക് നിൽക്കുന്ന ടെമ്പററി ആയിട്ടുള്ള കാര്യം, ദാറ്റ് ഈസ് എഫിമെറൽ. എഫിമെറൽ ആണ് കറക്റ്റ് വാക്ക് അതിന്റെ കേട്ടോ. ഓൾ റൈറ്റ്, എഫിമെറൽ മറന്നുകൊണ്ട. പെരിനിയലിന്റെ ഓപ്പോസിറ്റ് എഫിമെറൽ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിച്ചത് നിങ്ങളോട് കേട്ടോ. The affliction in her life triggered her to suicidal thoughts. Okay, knowledge is perennial. Yes. All right, my love towards my mother is perennial. All right, Himalayan rivers are perennial in nature. Yes. Prem Nasir is considered as a perennial actor. Okay, everlasting. Lockdowns are always disruptive to a child's development. Authorities should render a perennial solution in Mullaperiyar issue. Okay, constant ഒക്കെ കൊടുക്കാം. Non perennial അല്ലാട്ടോ വിഷ്ണു. Okay. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന എന്നല്ല അർത്ഥം, നീട്ടിവെക്കുക എന്നാണ്. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക, ലോങ്ങേറ്റഡ് എന്നൊക്കെ അർത്ഥം അല്ലെ, നീട്ടിവെക്കുക എന്നുള്ള അർത്ഥമാണ്. ഓൾ റൈറ്റ്, അത് നോക്കി വെച്ചോളൂ കേട്ടോ, അത് വേറെ.
ഓരോ എക്സ്റ്റെൻഡ് ഈസ് എന്താണ്, എക്സ്റ്റെൻഡ് നീട്ടി വെച്ചു എന്നൊരർത്ഥമുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുക അതുകൊണ്ട്, പ്രൊവൈഡ് എന്നൊരർത്ഥമുണ്ട് എക്സ്റ്റെൻഡിന് അല്ലേ, പ്രൊവൈഡ് എന്നൊരർത്ഥമുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ നീട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഡിലേ അല്ലേ, നീട്ടി വെക്കുക എന്താ കറക്റ്റ് പറയാന്, എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നല്ല, നീട്ടി വെക്കുക എന്നുള്ളത് അതിന്റെ കറക്റ്റ് ഒരു മീനിങ് ഞാൻ പറഞ്ഞുതരാം. കോവിഡ് ഇൻഫർമേഷൻ ഈസ് എ ഡിസ്ട്രപ്ഷൻ വൈൽ മേക്കിംഗ് എൻ അർജന്റ് കോൾ. ഗവൺമെന്റ് ഷുഡ് ഡിസൈഡ് ഓൺ ദ പ്രോപ്പർ flood management before the onset of monsoon. Studying synonyms is perennial in life. My father's decision is perennial. I rendered some amount from my last month salary to an orphanage. Okay. Road accidents may cause perennial disruption. Yeah. It's a date in ഔഷധം ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും ഇതിന് എന്താ വരാനാ ചാൻസ്, നമ്മുടെ എന്താ പറയാ, ജാനായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ജാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യാ. അപ്പോൾ ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റെൻഡിന്റെ മീനിങ് ഉണ്ട്. എക്സ്റ്റെൻഡ് മീനിങ് എക്സ്പാൻഡ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ നീട്ടി വെക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് എക്സ്പാൻഡ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. പിന്നെന്താ പറയുക, എന്താണ് ഓഫർ ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്ട്രെച്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, എക്സാം സ്ട്രെച്ച് ചെയ്തു, നീട്ടി വെച്ചു എന്നൊക്കെ പറയില്ലേ, സ്ട്രെച്ച് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞ മീനിങ്. ഇതേ മീനിങ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഇപ്പം ഇത്രയും ഈ എക്സ്റ്റെൻഡ് മാറിപ്പോതിരുന്നാൽ മതി, കാരണം അത് കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. നൗൺ ആയിട്ടും വേർബ് ആയിട്ടും എന്നുള്ള കാര്യം മറന്നുകൊണ്ട. അടുത്ത് ടിങ്കർ, ലാസ്റ്റ് സെറ്റ് ഓഫ് സിനോണിംസ് ആണ്, നോക്കിക്കോ. ടിങ്കർ, ടിങ്കർ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ ടിങ്കർ വിത്ത് എന്നൊക്കെ പറയും. ടിങ്കർ വിത്ത്, ടിങ്കറിനോട് എപ്പോഴും ഉപയോഗിക്കുന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ടിങ്കർ വിത്ത്, ട്രൈ ടു റിപ്പയർ ഓർ മെൻഡ് സംതിങ്. ഒരു കാര്യം റിപ്പയർ ചെയ്യാനോ ഇത് ചെയ്യാനോ ശ്രമിക്കുന്നുള്ള, റിപ്പയർ ചെയ്തില്ല, ശ്രമിക്കുന്നു. ട്രൈ ടു റിപ്പയർ ഓർ മെൻഡ് സംതിങ് എങ്കിൽ യു ക്യാൻ സെ ടിങ്കർ വിത്ത് സംതിങ് എന്ന് പറയും. അല്ലെങ്കിൽ ഫിഡിൽ വിത്ത്, പ്ലേ വിത്ത് എന്നൊക്കെ അർത്ഥം. ഫിഡിൽ വിത്ത്, ഫിഡിലിന്റെ കൂടെ വിത്ത് ആണ്. ഇതേപോലെ തന്നെയാണ് ഇതിന്റെ മീനിങ്, പ്ലേ വിത്ത്. കളിക്കുക നിങ്ങൾ, മെസ് അറൗണ്ട് വിത്ത് അല്ലെ, മെസ് അറൗണ്ട് വിത്ത് എന്ന് പറഞ്ഞാലും അറിയാലോ, കളിക്കുക എന്നാണ്. സോ ടിങ്കർ വിത്ത് എന്ന് പറയുമ്പോൾ പ്ലേ വിത്ത് സംതിങ്, അല്ലെങ്കിൽ ട്രൈ ടു റിപ്പയർ സംതിങ്. അപ്പോഴും തീർന്നിട്ടില്ല. ഫിഡിൽ വിത്ത് സംതിങ്, മെസ് അറൗണ്ട് വിത്ത് സംതിങ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ മെസ് അറൗണ്ട് കൂടെയും വിത്ത് ഉപയോഗിച്ചാൽ നിങ്ങൾ ഓർത്താൽ മതി ഈ സാധനം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ടിങ്കർ എന്ന വാക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, ഇതിന്റെ സെൻറ്റൻസിലുണ്ട്. ഐ മീൻ മറ്റേ ഇതിലാണ്, പക്ഷെ നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാം. ഓൾ റൈറ്റ്. അടുത്ത എന്തായിരുന്നു നോക്കട്ടെ. ദ എക്സ്റ്റെൻഡഡ് ദ പ്രോജക്റ്റ്. ഓക്കെ, extended the project. Okay, അല്ലെങ്കിൽ the railway construction is extended to ഈ northern region എന്നൊക്കെ പറയില്ല, അതായത് എക്സ്പാൻഡ് ചെയ്തു എന്നൊക്കെ പറയാം, അർത്ഥമുണ്ട്. താജ്മഹൽ depicts the perennial love of ഷാജഹാൻ to his wife മുംതാസ്. അതൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. ഓൾ റൈറ്റ് ജിഷ, അത് വേറൊരു കാര്യം. ഓൾ റൈറ്റ്. The songs sung by Yesudas are perennial. All right, now the mountain ranges are perennial in its kind. Okay, always strive to perennial things rather than ephemeral thoughts and happiness. Yes, he rendered me the required amount, but the interest rate is very high. Okay, the reckless spending of money always causes affliction. Okay, yes, I think tinker alla to Sriju, think. Okay, mayhem എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? chaos, മൊത്തം പ്രശ്നം. There is a mayhem due to this protest. There is a mayhem after COVID-19. There is a chaos. There is mayhem, there is chaos, there is disorder, there is confusion, havoc, turmoil. That is mayhem. ഇന്നത്തെ ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുണ്ട് mayhem എന്ന വാക്ക്. സോ mayhem എന്ന് പറഞ്ഞാൽ chaos, disorder, പ്രശ്നമാണ്, മൊത്തത്തിലൊരു കൊളമായി. That is it. Confusion, mayhem. Okay, ഓർത്തുക. All right. Yes. My son always tinker with his toys. Okay. My kid is tinkering with me with his Avengers toys whenever I study. My kid, അപ്പോൾ എങ്ങനെ കൊടുക്കുക? മൈ കിഡ് ടിങ്കേഴ്സ് വിത്ത്, വെനെവർ ഐ സ്റ്റഡി, എപ്പോൾ പഠിച്ചാലും അല്ല, അപ്പോൾ അതിൽ പ്രസന്റ് ടെൻസ് കൊടുക്കുക. മൈ കിഡ് ടിങ്കേഴ്സ് വിത്ത്, കേട്ടോ, ടിങ്കേഴ്സ് മീ വിത്ത് ഹിസ് അവഞ്ചേഴ്സ് ടോയ്സ്, ടിങ്കേഴ്സ് മീ. ഓക്കെ, ഓൾ റൈറ്റ്. മൈ ഫാദർ ഓൾവേസ് ടിങ്കർ വിത്ത് ഹിസ് ഓൾഡ് കാർ. ഓക്കെ, ട്രൈ ടു റിപ്പയർ. ഒക്കെ ഓക്കെ, യാ. അവിടെ ടിങ്കർ എച്ച് എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ട്രൈ ടു റിപ്പയർ എച്ച് ആണോ, മെന്റ് ആണോ, അതോ പ്ലേ വിത്ത് ആണോ ഉദ്ദേശിക്കുന്നത്? ഐ എം ഓൾവേസ് ടിങ്കർ വിത്ത് പറയില്ല, ഐ ഓൾവേസ് ടിങ്കർ വിത്ത്. കാരണം ടിങ്കർ അവിടെ മെയിൻ വെർബ് അല്ല. പിന്നെ ഐ എം എന്നതിന്റെ കൂടെ ആം, ഒരിക്കലും ബി ഫോമുലേഷൻ ഏതിന്റെയും കൂടെ V1 ഒരിക്കലും വരത്തില്ല. V1 വരില്ല കേട്ടോ, ഓർത്തു വെച്ചോ. V3 വരാം പാസീവില്, അല്ലെങ്കിൽ ING ഫോം വരാം, ഒരിക്കലും V1 ഫോമുലേഷൻ വരാം. ഐ ആം ഓൾവേസ് ടിങ്കർ വിത്ത്, ടിങ്കർ ഇസ് V1, അപ്പോൾ ഐ ആം ടിങ്കർ പറ്റില്ല. ബിയുടെ കൂടെ ഒരിക്കലും V1 വരില്ല. അത് എല്ലാവരും ഓർത്തു വെച്ചോണേ. അഖിൽ ഓർക്കാം. ഐ എം ട്രൈങ് ടു ടിങ്കർ മൈസെൽഫ്, റിപ്പയർ മൈസെൽഫ് അതാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കറക്റ്റ് ആണ്. മൈ സൺ ഓൾവേസ് ടിങ്കർ വിത്ത് ഹിസ് ടോയ്സ്. ഓക്കെ, മൈ കിഡ് ഓൾവേസ് ടിങ്കർ ഹിസ് ടോയ്സ്, എസ്പെഷ്യലി ഹിസ് കാർസ്. ഓക്കെ, tinker with lost relationship is a bit difficult task. Okay, government extended tinkering labs for school kids under 8 mission. Okay, syllabus of PSC exams is a bit mayhem for me. Okay, confusion. Okay, chaotic എന്ന് പറയുന്ന പോലെ mayhemic എന്ന് പറയാമോ മാം? mayhemic എന്ന് പറയാറില്ല നമ്മൾ സാധാരണ.
ഓക്കെ, ബട്ട് യൂസ് ചെയ്യാമോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ വിഷ്ണു. ഓക്കെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് അമേരിക്കൻ അനിമേഷൻ മൂവി ടിങ്കർബെൽ. ഓക്കെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് അമേരിക്കൻ മൂവി അല്ല, വൺ ഓഫ് കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറൽ വരണം. ഞാൻ പഠിച്ചിട്ടില്ലേ, വൺ ഓഫ് കഴിഞ്ഞിട്ട് എപ്പോഴും പ്ലൂറൽ നൗണേ വരാൻ പാടുള്ളൂ. വൺ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ. ഇത് ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നതല്ലേ, ഓർത്ത് നോക്കുക കേട്ടോ. അടുത്ത സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, സർവേ, പെറൂസൽ, കെയർഫുൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ പഠനം, കെയർഫുൾ റീഡിംഗ് എന്നൊക്കെയാണ്. ഇൻക്വയറി, ഓഡിറ്റ് എന്നൊക്കെയാണ് സ്ക്രൂട്ടിനി എന്ന വാക്കിന്റെ അർത്ഥം. പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ, ഓർത്ത് വെച്ചോളാം. ടെലിഗ്രാം ഞാൻ തരാം, ഐ ഡി തരാം. നീമ വെയിറ്റ് ചെയ്തോ, ഞാൻ ടെലിഗ്രാം ഐ ഡി തരാം. മേഹം പൂത്തുവിടുന്നു. ഓക്കെ, കവിദേശി ആകും, കൺഫ്യൂഷൻ ആയി എന്ന് പറയാൻ. അത് തന്നെ. I try to tinker my thoughts. Due to COVID, the bus driver is tinkering the bus. Okay, Omicron identification in 20 countries cause mayhem around the world. Yes. അടുത്ത പ്യൂണിറ്റീവ് നമ്മൾ പറഞ്ഞാണ് പണിഷബിൾ, ഡിസിപ്ലിനറി, കറക്റ്റീവ്, സിവിയർ, പീനൽ എന്ന പീനൽ കോഡൊക്കെ ഇല്ലേ, അതാണ് പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ് ഡിസിപ്ലിനറി, കറക്റ്റീവ്, പീനൽ അല്ലെങ്കിൽ എന്താ പറയുക സിവിയർ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, പ്യൂണിറ്റീവ്. ഓക്കെ, പ്യൂണിറ്റീവ്. അടുത്താണ് ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അവോയ്ഡ് ചെയ്യുക, ഇവേഡ് ചെയ്യുക, എസ്ക്യൂ ചെയ്യുക. കീപ്പ് എവേ, എസ്ക്യൂ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റിഫ്രെയിൻ ഫ്രം, അബ്സ്റ്റെയിൻ ഫ്രം, ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ തന്നെ. അബ്സ്റ്റെയിൻ ഫ്രം, കീപ്പ് എവേ, മാറി നിൽക്കുക അല്ലെ, മാറി നിൽക്കണം, ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇഗ്നോർ സംബഡി ഓർ സംവൺ, ദാറ്റ് ഇസ് ഷൻ മീൻസ്. ഓർത്ത് വെച്ചോണേ. The kid always loves to tinker with the kitchen tools. Okay, all right. Yeah, I try to tinker my thoughts. Okay, yeah, I warn him, don't tinker with my motorcycle anymore. Okay. Bhopal gas tragedy brought mayhem in many lives. കേട്ടോ കാർത്തിക, many lives, ഒരുപാട് ജീവിതങ്ങളിൽ. All right. Okay, fine. Okay, അപ്പൊ നമുക്ക് പോകാം ആർട്ടിക്കിളിലോട്ട്. എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. എങ്കിലും ഒരു തംസ് അപ്പ് ഇട്ടേ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. കാര്യം ഇത്രയും പേരുണ്ട്, 47 പേര് എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് റോങ് അല്ലേ? നമ്മളിപ്പോൾ 100 പിള്ളേരുണ്ട്. ഇറ്റ്സ് ലൈക്ക് 99, ഒന്നും കൂടെ വന്നാൽ 99, 100 ആയേനെ. അപ്പോൾ 100 വന്നിട്ട് പോയതാന്ന് തോന്നുന്നു. യെസ്, എനിവേ, അപ്പോൾ പറഞ്ഞേ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോവല്ലേ? ആർട്ടിക്കിളിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു തംസ് അപ്പ് ഇങ്ങനെ തരിക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, let's start with the article road to recovery. ഇന്ന് road to recovery ആണ്. അപ്പോൾ അതിനു മുമ്പ് എന്താ, the outbreak of fifth wave has further disrupted the reviving aviation sector. Yes, after each exam majority of students apply for scrutiny. Yes, I will shun from alcohols. Great, okay, it's great Sriju, great. All right. Okay. യെസ് എവ്രി വൺ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റോഡ് ടു റിക്കവറി. എന്താണല്ലേ റോഡ് ടു റിക്കവറി? റിക്കവറി നമ്മൾ ഡെവലപ്മെന്റിലോട്ട് വരെ റിവൈവ് ചെയ്തെടുക്കുവാണ്. എന്താണ് റിവൈവ്? ഇക്കോണമിയാണ്. ലെറ്റ് സി. പോളിസി മേക്കേഴ്സ് മസ്റ്റ് ബൂസ്റ്റ് ഡിമാൻഡ് സപ്പോർട്ടീവ് മെഷേഴ്സ് ടു എൻഷുർ റിക്കവറി സസ്റ്റെയിൻസ്. അപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് പോകണം, സസ്റ്റൈനബിലിറ്റി വേണം നമുക്ക്. അതുകൊണ്ട് പോളിസി മേക്കേഴ്സ് എന്താ ചെയ്യേണ്ടത്? പോളിസി മേക്കേഴ്സ് ഡിമാൻഡ് സപ്പോർട്ടീവ് മെഷേഴ്സ്, ഡിമാൻഡ് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് റിക്കവറി ചെയ്തെടുക്കാനുള്ള നോക്കുക. ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, നമ്മുടെ ഇക്കോണമി റിവൈവലിന് ഏറ്റവും വേണ്ട ഡിമാൻഡ് അനുസരിച്ച്, ഡിമാൻഡിനെയും കൂടെ നോക്കണം അല്ലേ? നമ്മൾ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയ ഗ്രോത്ത് വരണമെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് വേണം പോകാനായിട്ട്. ലെറ്റ് സി വാട്ട് ഇറ്റ് ഈസ്. ദ ലേറ്റസ്റ്റ് bad vibes, like great Christy. Okay, a latest GDP and GVA estimates from the National Statistics Office has affirmed that the economy is now on the path to recovery after a last fiscal records contraction. Second quarter gross domestic product expanded 8.4%, rebounding from the earlier period's 7.4 contraction. While the statistical advantage from the base effect surely aided the expansion, the economy appears to have gathered just enough momentum for GDP to post a marginal 0.3%. അപ്പോൾ പറഞ്ഞു വരുന്ന നോക്കിയേ, GDP GVAയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്ന, അവർ അഫേം ചെയ്തു, അവർ ഉറപ്പിച്ച് പറയുകയാണ്. അഫേം ചെയ്യാന്ന് പറയുമ്പോൾ പറയാലോ, ദേ സ്റ്റേറ്റ് ദാറ്റ്. അഫേം ചെയ്യുക, ദേ ആർ സ്റ്റേറ്റിംഗ്. അഫർമേഷൻ എന്ന് പറയുമ്പോൾ യെസ് പറയുകയാണ്, ദേ സ്റ്റേറ്റ് ദാറ്റ്. പോസിറ്റീവ്ലി അവർ സ്റ്റേറ്റ് ചെയ്യാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി സ്റ്റേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അഫേം ചെയ്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് സ്റ്റേറ്റ് ചെയ്തു. എക്കോണമി ഇപ്പോൾ റിക്കവറിയിലാണ്, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഓക്കെ ആണ്, സ്റ്റേറ്റ് പോസിറ്റീവ്ലി കേട്ടോ, അതിന്റെ അർത്ഥമാണ് അഫേം ചെയ്യുക, സ്റ്റേറ്റ് പോസിറ്റീവ്ലി. കാര്യം അഫർമേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് കേട്ടോ. അപ്പോൾ ഈ ഫിസിക്കൽ ഇയറിൽ, ഈ ഒരു ഇക്കണോമിക് ഇയറിൽ, നമ്മുടെ
ഈ കൺട്രാക്ഷന് ശേഷം, ആ ഡിക്ലൈനിന് ശേഷം വീണ്ടും എന്ത് വരുന്നു, ഒരു റിക്കവറിയിലോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ, സെക്കൻഡ് ക്വാർട്ടർ ഗ്രോസ് GDP എടുത്തു നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്തു, 8.4% ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, അതിന്റെ ഏർലിയർ ഇയറിലെ പീരീഡിൽ ഇതായിരുന്നു 7.4 കൺട്രാക്ഷൻ ഡിക്ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തു 8.4 വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വാൻറ്റേജ് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു എക്സ്പാൻഷന്റെ ആവശ്യമുണ്ടല്ലേ, എഫക്ട് ഷോർലി എയ്ഡഡ്, ഒരുപാട് ഹെൽപ്പ് ചെയ്തു എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം നമുക്ക് ഒരു എന്താ പറയുക, എക്കോണമി ശരിക്കും ഒരു മൊമെന്റം, ഒരു സ്പീഡ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീഡ്, GDPയുടെ ഒരു ഗ്രോത്തിന്റെ സ്പീഡ് എക്സ്പാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 0.03% മാർജിനലിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. 0% growth even when compared to the second quarter of the pre-pandemic of 2019-20 fiscal year. എന്നാ പറയുന്നത്. The gross value added figures which capture the extent of activity across the 8 major formal sectors of the real economy to underscore the improvement. With the July-September 2021 GVA figure of 32.89 lakh crore rupees registering a 0.5 expansion from the July-September period of 2019. 5 of 8 sectors posted growth not just from the earlier quarter but also surpassed the pre-COVID-19 performance. Manufacturing, which has the second largest share of GVA, appears to. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലെ 2029 ഫിസിക്കൽ ഇയറിലെ പ്രീ പാൻഡമിക് പീരീഡിൽ, അല്ലെ പോസ്റ്റ് പാൻഡമിക് പാൻഡമിക്കിന് മുമ്പുള്ള സമയത്ത് മുതൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഗ്രോത്ത് 0.03 ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 8 മേജർ ഫോമൽ സെക്ടേഴ്സിലാണ്. 8 മേജർ ഫോമൽ സെക്ടേഴ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് വന്ന് നമുക്ക് തുടങ്ങിയേക്കുന്നത്. കാരണം ഗ്രോത്ത് കിട്ടേണ്ടത് 2 മേഖലകൾ കുറച്ചുണ്ടല്ലോ, അതിലുള്ള 8 മേഖലയിൽ റിയൽ എക്കോണമിയിലാണ് ചെയ്തേക്കുന്നത്. അത് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുക എന്നൊക്കെയാണ്, ഫോക്കസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അത് July-September 2021 നമ്മൾ കൃത്യമായിട്ട് ആ ഫിഗർ കണ്ടു. എത്രയാണ് ഫിഗർ പറഞ്ഞേക്കുന്നത്? 32.89 lakh crore ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്ന എമൗണ്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ, ഓർക്കുക, അത്രയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഇതിൽ 0.5 എക്സ്പാൻഷൻ കണ്ടിട്ടുണ്ട്. ജൂലൈ-സെപ്റ്റംബർ ആ ഒരു പീരീഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഒരു എക്സ്പാൻഷൻ എത്രയാണ്? 0.5% എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് ഗ്രോത്തിൽ കേട്ടോ. Okay, India rendered funds to Maldives to buttress its economy. All right, there was a mayhem in the selection of players for the World Cup. സിജി കണ്ണ് തള്ളിപ്പോയോ? എക്കോണമിയെ പറ്റി പറയുമ്പോൾ ആകെപ്പാട് പ്രശ്നമാണോ? നമുക്ക് നോക്കാം, ഇവിടെ വരെ എത്തി നമുക്ക് നോക്കാം. അപ്പോൾ പറയാണ് 5 of 8 സെക്ടേഴ്സ്, ഈ പറഞ്ഞ 8 സെക്ടേഴ്സിലെ 5 സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, 5 സെക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് കൃത്യമായിട്ട് കണ്ട് പോസ്റ്റഡ് ഗ്രോത്ത് നോട്ട് ജസ്റ്റ് ഫ്രം ദ ഈ ഒരു ഏർലിയർ ക്വാർട്ടറിൽ നിന്നല്ല, കുറച്ച് മുമ്പത്തെ ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ എടുത്ത് നോക്കിയാൽ അല്ല, ആ ക്വാർട്ടറിൽ നിന്നല്ല, അതിനേക്കാളും കഴിഞ്ഞ് ഇതിൽ നിന്ന് നന്നായി എക്സീഡ് ചെയ്തിട്ടുണ്ട്, നല്ല എക്സീഡ് ചെയ്ത് മാറ്റം വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രോത്ത് വന്നിട്ട് എക്സീഡഡ് ആയിട്ടുണ്ട് ഈ പറഞ്ഞ ഗ്രോത്തിൽ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഷെയർ കൊണ്ടുവരുന്നത്. GVAയുടെ ഏറ്റവും കൂടുതൽ ഷെയർ കൊണ്ടുവരുന്ന സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടറാണ്. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അപ്പിയേഴ്സ് ടു ഹാവ് റീഗെയിൻ ട്രാക്ഷൻ, വീണ്ടും ട്രാക്ഷൻ, ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് റീഗെയിൻഡ് ഇറ്റ്സ് ഗ്രിപ്പ് ആൻഡ് വാസ് എ വാൾ ബാരിക്കേഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാരിക്കേഡ്, നമ്മുടെ ഒരു ഫോർട്ടിഫിക്കേഷൻ ആയിരുന്നു GVAയുടെ. ലോജിങ് അറ്റ് 3.9 expansion from the pre-pandemic second quarter of fiscal 2020. അപ്പോൾ 3.9 എക്സ്പാൻഷൻ ഇവിടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കീ എംപ്ലോയ്മെന്റ് പ്രൊവൈഡിംഗ് സെക്ടേഴ്സ് കാറ്റഗറി സർവീസസ് കാറ്റഗറീസ് ഹവർ എംപ്ലോയ്മെന്റ് ഏറ്റവും കൊടുക്കുന്ന ജോലി കൊടുക്കുന്ന കാറ്റഗറീസ് എടുക്കുകയാണെങ്കിൽ ആർ യെറ്റ് ടു ഫുള്ളി റിക്കവർ ഫ്രം ദ പാൻഡമിക് ഡിവാസ്റ്റേറ്റിംഗ് അല്ലെ നമുക്കറിയാം devastating impact, and along with construction, now the major provider of jobs, lagged pre-pandemic levels by cumulative 77,000 crore rupees. With the potential impact of the Omicron variant a big unknown, the outlook here may stay hazy for now. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി ഒരു ബ്ലറി ആയിട്ട് അൺക്ലിയർ ആയിട്ട് നിൽക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാര്യം ഒമിക്രോൺ എന്ന് പറഞ്ഞൊരു പുതിയ സാധനം വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അൺക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ പോലും എംപ്ലോയ്മെന്റ് പ്രൊവൈഡിംഗ് സെക്ടേഴ്സിൽ താരമായിട്ട് ഇംപ്രൂവ്മെന്റ് വരാൻ ഇനിയും വരാൻ ഇതുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഗ്രോത്ത് വന്നിട്ടുണ്ട്, പക്ഷേ എംപ്ലോയ്മെന്റ് പ്രൊവൈഡിംഗ് സെക്ടേഴ്സിൽ ഗ്രോത്ത് വന്നിട്ടില്ല. അത് ഇനിയും വരണം. ഇറ്റ് ഹാസ് ടു ബി ഫുള്ളി റിക്കവേർഡ്, ഇനി യെറ്റ് ടു ബി റിക്കവേർഡ് എന്നൊരു
രീതിയിലുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോണേ. എഴുതുമ്പോൾ എസ് എ ഒക്കെ ചോദിക്കുമ്പോഴേ നിങ്ങളുടെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടർ കൂടെ എടുത്തു. അതും ഒരു കൺസ്ട്രക്ഷൻ സെക്ടർ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു ഏരിയ. അവിടെയും നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരാനുണ്ട്, റിക്കവറി ഇപ്പോഴും വരാനുണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പറഞ്ഞു ഒമിക്രോണൊക്കെ വന്നുകൊണ്ട് ഇപ്പം ഒരു ചെറിയൊരു അൺക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എ disaggravated view of the GDP data also reveals areas of ഡിസഗ്രിവേറ്റഡ് ആയിട്ട് സെപ്പറേറ്റഡ്. അഗ്രിവേറ്റ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് എന്ന അർത്ഥം. അപ്പോൾ ഡിസഗ്രിവേറ്റഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യൂ വേണം ജി ഡി പിയിൽ. ഓരോ മേഖലയിലും ഡേറ്റ സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യൂ എടുക്കുകയാണെങ്കിൽ, ജി ഡി പി ഡേറ്റയിൽ എടുക്കുകയാണെങ്കിൽ അതെന്ത് റിവ്യൂല് ചെയ്ത് കളയും. നമുക്ക് ഓരോ ഏരിയസിലും ഗ്രോത്ത് റിവീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലെറ്റ് സി എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്. അണ്ടർസ്കോർ അല്ലേ മാം? അണ്ടർലൈൻഡ് അല്ലല്ലോ, അണ്ടർസ്കോർ ആണ്. യെസ്, അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് അമ്പു. അതാണ് കേട്ടോ. അണ്ടർസ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണ് കേട്ടോ. ദ ഔട്ട്ബ്രേക്ക് ഓഫ് Omicron has endangered chaos regarding travel from and to countries by air. Yes. അത് തന്നെ. യെസ് സിജി, താങ്ക് യു. അപ്പോൾ നോക്കാം. കൺസേൺ ദാറ്റ് ഷുഡ് അണ്ടർമൈൻ ദ റിക്കവറി. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. പറഞ്ഞു വന്നത് ഇതാണ്. നോക്കിക്കേ, ഒരു സെപ്പറേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിക്കവറിയെ അണ്ടർമൈൻ ചെയ്യാം. സെപ്പറേറ്റ് എടുത്ത് നോക്കും, മൊത്തത്തിൽ മൊത്തം നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും. പക്ഷെ സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റിക്കവറിയെ ഡിക്ലൈൻ ആണ് കാണാൻ പറ്റുക. Private final consumption expenditure that measures spending on everything from essentials to luxury goods and entire gamut of services by all consumers and has the largest share of GDP at 55% is still treading water. The uncertainty spelling note certainty, NITY alla NTY, uncertainty induced by the pandemic coupled with reduced or lost incomes continues to depress demand and is mirrored in consumer spending still remaining 3.5 shy of the pre-COVID level. Government consumption spending, which has often been a reliable alternative source of demand with a പറഞ്ഞു വരുന്നതാണ്. ഓരോ സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ റിക്കവറി അണ്ടർമൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറച്ച് കാണാൻ പറ്റും. ഇനി പ്രൈവറ്റ് സെക്ടർ എടുത്തു. പ്രൈവറ്റ് സെക്ടറിലുള്ള ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അവിടെ ആണെങ്കിൽ എസെൻഷ്യൽസ് മുതൽ ലക്ഷറി ഗുഡ്സ് വരെ പ്രൈവറ്റ് സെക്ടേഴ്സിലെ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിൽ എൻറ്റയർ ലെവൽ എടുത്തു, എൻറ്റയർ സ്പെക്ട്രം എടുത്തു, എൻറ്റയർ സ്കോപ്പ് എടുത്ത് നോക്കിയോ, സർവീസസ് എടുത്തു. അത് ബൈ ഓൾ കൺസ്യൂമേഴ്സ്, എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നോക്കിയാൽ പോലും ലാർജസ്റ്റ് ഷെയർ എന്ന് പറയുന്നത് അറ്റ് 55%. പക്ഷെ അതിപ്പോഴും സ്റ്റിൽ ട്രെഡിങ് വാട്ടർ. ഇപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരാതെ, ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരാതെ അങ്ങോട്ട് നിൽക്കുക, സ്റ്റണ്ണായിട്ട് നിൽക്കുവാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് ഇമ്പ്രൂവ്മെന്റ് വരുമോ അല്ലെങ്കിൽ താഴോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പില്ല. ആ അൺസർട്ടനിറ്റി, ഈ പാൻഡമിക് കൊണ്ടുവന്ന അൺസർട്ടനിറ്റി ഒരു കൺഫ്യൂഷനാണ്. നമുക്കൊരു വി ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്, വി ഡോണ്ട് നോ, വി ആർ ഇഗ്നറന്റ് അബൌട്ട് ഇറ്റ്. ആ അൺസർട്ടനിറ്റി, ഇഗ്നറൻസ്, പാൻഡമിക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിത്ത് റെഡ്യൂസ്ഡ് ഓർ ലോസ്റ്റ് ഇൻകംസ്, ഇൻകം കുറച്ചു അല്ലെങ്കിൽ ഇൻകംസ് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഡിമാൻഡിനെ ഡിപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഡിപ്രസിങ് ദ ഡിമാൻഡ്സിനെ വീണ്ടും ഡിപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ഇറോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് തന്നെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്നില്ല, പൈസ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള ആ ലെവൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ജി ഡി പിയിൽ കണ്ടാൽ മനസ്സിലാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡിമാൻഡ് കൂടിയാലേ നമുക്ക് എന്താ പറയുക, കൺസ്യൂമേഴ്സ് കൂടിയല്ല, ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രോത്ത് വരത്തുള്ളൂ. ഡിമാൻഡ് പക്ഷേ കുറവാണ് ഇപ്പോൾ. ഇതുകൊണ്ട് അതാണ് പറഞ്ഞത് ഗവൺമെന്റ് കൺസംഷൻ സ്പെൻഡിങ് അതും ഒരു റിലയബിൾ സോഴ്സ് ഓഫ് ഡിമാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വിത്ത് എ കപ്പാസിറ്റി ടു സെർവ് മൾട്ടിപ്ലയർ is also well below the fiscal year second quarter, possibly by design as the center seeks to consolidate its fiscal position. പറഞ്ഞു വരുന്ന ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ് എന്താണ്, ഗവൺമെന്റ് ഡിമാൻഡ് അനുസരിച്ച് ആൾക്കാർ മേടിക്കുന്ന, കൺസ്യൂമേഴ്സ് മേടിക്കുന്ന അനുസരിച്ച് നമുക്ക് അതാണ് ഏറ്റവും നമ്മളൊരു മൾട്ടിപ്ലയർ ആയിട്ട് വരുന്ന ഒരു കപ്പാസിറ്റി, ശരിക്കും ഒരു മൾട്ടിപ്ലയർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഗ്രോത്തിൽ കേട്ടോ. അൺലെസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് strengthens the heartening uptick in business investment as reflected in the 11% year-on-year jump on gross fixed capital formation could come to naught, with capacity additions remaining underutilized and corporate captains yet again tightening their purse strings. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന പ്രോബ്ലം ഏറ്റവും കൂടുതൽ വരുന്ന എവിടെയാണെന്നറിയോ? ഡിമാൻഡ് സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിൽ അപ്റ്റിക്ക് വരത്തില്ല. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അപ്റ്റിക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്, റിഫ്ലക്ട് ചെയ്തേക്കുന്നത്. അതൊരു ഇയർ ഓൺ ഇയർ വളരെ ഇതായിട്ട് വരുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് പോവുകയാണ്, യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ക്യാപ്റ്റൻസ് എന്ത് ചെയ്യും, അവരവരുടെ ഇത് ടൈറ്റൻ ചെയ്യും. ദേ വിൽ ബി ടൈറ്റനിങ് ദെയർ പേഴ്സ് സ്ട്രിങ്സ് എന്നാൽ നമുക്കറിയാം പൈസ കൊടുക്കുന്നതിൻ്റെ ആ റൈറ്റ്, പൈസ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പൈസ എനിക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അവസ്ഥ അത് അവർ ടൈറ്റൻ ചെയ്തു. ആരാണ്? നമ്മുടെ കോർപ്പറേറ്റ് ക്യാപ്റ്റൻസ്. കാരണം കോർപ്പറേറ്റ് ക്യാപ്റ്റൻസ് ആണല്ലോ പൈസ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ കാരണം നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിനെ പറ്റി ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട്. സോ മാനുഫാക്ചറിംഗ് PMI data by IHS market has another salutary warning. വേറൊരു salutary warning വന്നിട്ടുണ്ട്. Risking input costs could force manufacturers to raise prices adding to the general. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഡിമാൻഡ് അധികം ഇല്ല, കൺസ്യൂമേഴ്സ് അധികം മേടിക്കുന്നില്ലെങ്കിൽ എന്ത് വരും, നമ്മൾ എന്ത് ചെയ്യും, റൈസിങ് ഇൻപുട്ട് കോസ്റ്റ് നമ്മൾ കൂട്ടും. ഇൻപുട്ട് കോസ്റ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, മാനുഫാക്ചറേഴ്സ് പ്രൈസ് റേസ് ചെയ്യും. ഇപ്പം പറഞ്ഞില്ലേ ടൊമാറ്റോയുടെ ഒക്കെ പൈസ കൂട്ടിയേക്കുന്നുണ്ടല്ലേ, അതുപോലെ പൈസ ഓരോന്നും കൂട്ടി വരും. അപ്പോൾ മാനുഫാക്ചറേഴ്സ് പൈസ കൂട്ടുന്നതനുസരിച്ച് അത് മൊത്തത്തിൽ ബാധിക്കും. കൺസ്യൂമേഴ്സ് സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ റേറ്റ് കുറയും. ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് മൊത്തത്തിൽ ഇക്കോണമി താറുമാറാകും. Okay, general inflationary pressures in the economy and undermine the recovery. ഇതാണ് റിക്കവറി അണ്ടർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കേട്ടോ. പോളിസി മേക്കേഴ്സ് നീഡ് ടു റാമ്പ് അപ്പ് ഡിമാൻഡ് സപ്പോർട്ടീവ് മെഷേഴ്സ്. അപ്പോൾ ഡിമാൻഡ് കൂട്ടാനുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് പോളിസി മേക്കേഴ്സ് എടുത്തില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഇൻക്ലൂഡിംഗ് ഇൻക്രീസിംഗ് ഗവൺമെന്റ് സ്പെൻഡിംഗ് ടു എൻഷുർ ദാറ്റ് റിക്കവറി സസ്റ്റെയിൻസ് ആൻഡ് ഗെയിൻ ട്രാക്ഷൻ. അപ്പോൾ ഒരു പിടിവള്ളി കിട്ടി, ട്രാക്ഷൻ, ഒരു ഫ്രിക്ഷൻ കിട്ടി ചെയ്യാനുള്ള ഒരു ഇത് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം, ഗവൺമെന്റ് ചെയ്യണം ഇൻക്രീസിംഗ് ഗവൺമെന്റ് സ്പെൻഡിങ് ഇനിയും ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഓതർ പറയുന്നത്. അതൊരു നമുക്ക് ആകെപ്പാടുള്ള ഒരു മെത്തേഡുള്ളൂ. കാര്യം ഈ പറഞ്ഞ പാവപ്പെട്ടവർക്കൊക്കെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്താൽ അവർ സാധനങ്ങളൊക്കെ മേടിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തും. ഇല്ലെങ്കിൽ പൈസ കയ്യിലില്ലാത്ത ഒരു സാധനം മേടിക്കില്ല, കൺസ്യൂമേഴ്സ് സാധനം മേടിക്കില്ല, ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് ഇൻ ടേൺ ഇറ്റ് അഫക്ട്സ് ഇക്കോണമി എൻറ്റയർലി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമി മൊത്തത്തിൽ ഇങ്ങനെ ക്ഷയിച്ച് തന്നെ ഇരിക്കും. ബിക്കോസ് കോവിഡ് വലിയൊരു ഹിറ്റ് അല്ലേ തന്നേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇറ്റ്സ് എ അനാലിറ്റിക്കൽ എസ്സേ. ഒരു അനാലിറ്റിക്കൽ എസ്സേ ആണ്. അനലൈസ് ചെയ്തേക്കുവാണ് എന്തൊക്കെയാണ് മേഖലകൾ എന്നുള്ള അനാലിറ്റിക്കൽ എസ്സേ ആണ്. Oh God, I'm so sorry. It's not analytical essay വീണ്ടും. It's an analytical article. ടോണ് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ തവണയും നമ്മൾ ഇത് എഴുതുന്നതാണ്. ഓക്കെ, യെസ്, ഓക്കെ. ട്രെഡിങ് വാട്ടർ ഇസ് എ ഫ്രേസ് അല്ലേ മിസ്? യെസ്, ട്രെഡിങ് വാട്ടർ ഫ്രേസ് ആണ്. യെസ്, അതാണ് ഈ ട്രെഡിങ് വാട്ടർ എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെയുള്ള ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിഷൻ, അതാണ് ഔട്ട്ലുക്ക് എന്ന് പറയുക. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ഷണമാണ്. ഓക്കെ, എന്താ വേറെ മനസ്സിലാക്കാൻ എന്തൊരു മീനിങ് ഉണ്ടോ? നോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, എന്താ നത്തിങ്, എന്താ പറയുക, നത്തിങ്. നോട്ട് എന്ന് പറയുമ്പോൾ നത്തിങ്, സീറോ, നിൽ എന്നൊക്കെയാണ്. നള്ളിഫൈ, നിൽ എന്നൊക്കെയാണ് അർത്ഥം. പറഞ്ഞില്ലേ എവിടെയായിരുന്നു? യാ, കം ടു നോട്ട്, കം ടു സീറോ, കം ടു നിൽ, കം ടു സീറോ എന്നൊക്കെയാണ്. സോറി, നില്ലിന് ഒരല്ലേ ഉള്ളൂ, നിൽ അല്ലെങ്കിൽ സീറോ. കം ടു നോട്ട് എന്ന് പറയുമ്പോൾ സീറോ എന്നാണ് അർത്ഥം കേട്ടോ. നോട്ട് സീറോയിലോട്ട് വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഔട്ട്ലുക്ക് എന്നാണ് വീക്ഷണം, വിഷൻ, ആർ ഔട്ട്ലുക്ക് ഓൺ സംതിങ്, പോയിന്റ് ഓഫ് വ്യൂ, വീക്ഷണം, വിഷൻ, വ്യൂ എന്നൊക്കെയാണ്. ക്ലിയർ? എങ്കിൽ നമുക്ക് നേരെ പോകാം നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട്. പിന്നെ ഇച്ചിരി സമയം കൂടുതലായാലോ. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കാം. She takes over her predecessor, Stephen Lovang, in complex political circumstances, given that he was heading a caretaker government after being defeated in a vote of no confidence on June 2021. ഇവിടെ എന്താണെന്ന് പറഞ്ഞ ആൻസർ വരേണ്ടത്? ആൻസർ വരേണ്ടത് ഏതാന്ന് പറയാം. തീർത്ഥ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കോഴ്സ് എടുത്തു. ഓക്കെ, ക്ലാസ് കിട്ടുന്നില്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യോ, ഞാൻ മെയിൽ എഴുതി തരാം. kerala.support@ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കണ്ടേ. support@ada247.com ഇതാണ് നമ്മുടെ മെയിൽ. കേരള സപ്പോർട്ട് ID ആണ് കേട്ടോ. അപ്പോൾ അവർ നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യും. ഓക്കെ, kerala.support@ada247.com ഇതാണ് മെയിൽ ID. ഈ മെയിൽ IDയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ തീർത്ത. ഓക്കെ, ഓൾറൈറ്റ്, മനസ്സിലായി. ഓക്കെ, എന്താ കാര്യം നോക്കണമല്ലോ, എന്താ ക്ലാസ് കിട്ടാത്ത നോക്കാമല്ലോ. ഇന്നലെ തുടങ്ങിയല്ലേ? സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആണോ പറഞ്ഞേ? ഓവർ വേണ്ടാന്ന്, ഇവിടെ ഓവർ വേണ്ടാന്നാണോ പറയുന്നത്? ടേക്സ് ഓവർ അല്ല, ടേക്സ് ഓവർ ഈസ് എ ഫ്രേസ്. ടേക്സ് ഓവർ ഫ്രേസാ, കറക്റ്റാ. ടേക്സ് ഓവർ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക. ടേക്സ് ഓവർ ഫ്രം ഒരാളിൽ നിന്ന് മറ്റൊരിടത്ത് പാസ് ഓവർ ചെയ്യുക, ടേക്ക് ഓവർ ചെയ്യുക. അത് കറക്റ്റാ,
മനസ്സിലായോ? അതല്ല പ്രശ്നം. ഓക്കെ, നോക്കാം എന്താ പ്രശ്നം. ഇൻ ജൂൺ വരും, ഓൺ ജൂൺ വരില്ല അല്ലേ? ഓൺ ജൂൺ വരുമോ? ഓൺ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ഓൺ നമ്മൾ എന്തിനു കൊടുക്കാം? ഡേയ്ക്ക് കൊടുത്തോ, ഡേറ്റിന് കൊടുത്തോ? ഓണ്. അപ്പൊ പിന്നെ ഇൻ എന്തിനാ വരുന്നത്? മന്തിനും ഇയറിനും വന്ന ഇന്നാ വരുന്നത്. ഇൻ ജൂൺ 2021, in 1990, in 2021, in June, in December. ഓക്കെ, അപ്പോൾ മന്തിനും ഇയറിനും വരുമ്പോൾ പുറത്തു നോക്കുക ഇന്നാണ് വരുന്നത്. മന്തും ഇയറും വരുമ്പോൾ ഇന്ന്. അതാണ് നമ്മുടെ പോയിന്റ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പ്രിപ്പോസിഷന്റെ ഇത് തന്നെ മന്തും ഇയറും വരുമ്പോൾ ഇന്ന്. ഓൾ റൈറ്റ്. ഡിഫീറ്റഡ് ബൈ ആണോ? എവിടെ 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 ഇവിടെ ഡിഫീറ്റഡ് ഇൻ അല്ല, ഡിഫീറ്റഡ് ബൈ എന്ന് പറയുമ്പോൾ ഇവർ ഡിഫീറ്റഡ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ആഫ്റ്റർ ബീങ് ഡിഫീറ്റഡ് ഇൻ, ഡിഫീറ്റ് ചെയ്തു എന്തില്? ഇൻ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ്. അത് തെറ്റില്ല, കറക്റ്റാ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത പിടിച്ചോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഫോർ ടുഡേ. പാർലമെന്റ് ഈസ് ദ പ്ലാറ്റ്ഫോം വേർ ദ എക്സിക്യൂട്ടീവ് ഇസ് ഹോൾഡ് അക്കൗണ്ടബിൾ ടു ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. വളരെ സിമ്പിൾ ആണ്. പാർലമെന്റ് ഈസ് ദി പ്ലാറ്റ്ഫോം വേർ ദ എക്സിക്യൂട്ടീവ് ഇസ് ഹോൾഡ് അക്കൗണ്ടബിൾ ടു ദി representatives of the people. Okay, yes, all right, clear ആണല്ലോ? ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ and give me your answers. Okay, ബേസിക് ഗ്രാമർ ക്ലാസ്സസ് വേണോ മാസ്മാൻ? അന്ന് ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കോഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണെങ്കിൽ ഓക്കെ, ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ബേസിക് ഗ്രാമർ ക്ലാസ് തുടങ്ങാം കേട്ടോ മാസ്മാൻ. ആൻഡ് വി ആർ പ്ലാനിങ് ഓൺ ദാറ്റ്. റൂൾസ് മറക്കില്ല? ഇല്ല, റൂൾസ് മറക്കില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അത് ഞാൻ അറിയിക്കാം കേട്ടോ മാസ്മാൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ജോയിൻ അവർ ടെലിഗ്രാം ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ പേരെന്താണ്, നമ്മുടെ എഡിറ്റോറിയൽ സെക്ഷന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ടെലിഗ്രാം ചാനലിന്റെ ID നിങ്ങൾക്ക് വേണ്ടവർക്ക് പിടിച്ചോ. ഇതാണ് ടെലിഗ്രാം ചാനലിന്റെ ID. ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ID ഇതാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് അറിയിക്കുക, സജഷൻസ് ആൻഡ് ഡൗട്ട്സ് അറിയിക്കുക. ഞാൻ ആൻസേഴ്സ് തരാം. അതുപോലെ ഷെയർ ഇറ്റ് എമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസ് ഒക്കെ. ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Ada24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് ഒരുപാട് കിട്ടും. ഈ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റുകൾ, സബ്ജക്ട് ക്വിസസ്, ഫ്രീ ക്വിസസ് ഡെയിലി കിട്ടും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.